നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്നലെ കേരളത്തെ വീണ്ടെടുക്കാൻ കാസർഗോഡ് നിന്ന് പുതുയുഗ യാത്ര പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരംഭിച്ചു. വേദിയിലെത്തിയ നേതാക്കളെല്ലാം പറഞ്ഞത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേരള നിയമസഭയിലും അങ്ങ് ഡൽഹിയിൽ പാർലമെന്റിലും പ്രതിപക്ഷ നേതാക്കൾ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് ആവർത്തിച്ച് പാടി. ഇന്നതാ പോറ്റിക്കൊപ്പം നമ്പർ 10 ജൻപത്തിലെത്തിയ അടൂർ പ്രകാശ് UDF കൺവീനർ SITയുടെ ചോദ്യമുനയിലായിരുന്നു. സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നു, പോറ്റിയെ കേറ്റിയെ പാട്ട് മാറ്റിപ്പാടേണ്ടി വരുമോ? ഇന്ന് ചർച്ചയിൽ എനിക്കൊപ്പം കോൺഗ്രസിൽ നിന്ന് ജിൻഡോ ജോൺ, CPM-ൽ നിന്ന് അഡ്വക്കേറ്റ് KS അരുൺകുമാർ, BJP-യിൽ നിന്ന് ശങ്കുട്ടി ദാസ്, അതോടൊപ്പം TK രാജ്മോഹൻ, റിട്ടയർഡ് SP NIA, ഇവരാണ് അതിഥികളായി നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം കോൺഗ്രസ് അതിഥിയിലേക്ക് പോകണം എന്നാണ് വിചാരിച്ചത്. അല്പസമയത്തിനകം ജിൻഡോ നമുക്കൊപ്പം ചേരും. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, പോറ്റിയെ കേറ്റിയെ പാട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ നമ്മൾ കേൾക്കുകയാണ്. 100 ദിവസമായി കേരളത്തിൽ ആ പാട്ടാണ് സജീവ ചർച്ചാ വിഷയം. പാട്ടിന്റെ രാഗം, വരികൾ ഇനി മാറ്റേണ്ടി വരുമോ? തീർച്ചയായും മാറ്റേണ്ടി വരും. ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു, പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ് ആണ്, പോറ്റിയെ ജയിലിലേക്ക് കയറ്റിയതാണ് LDF സർക്കാർ. നമുക്കറിയാം, ഹൈക്കോടതി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കൃത്യമായി ഓരോ 15 ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന കേസിൽ ഞങ്ങൾ പൂർണ്ണ തൃപ്തരാണ്. ഇതങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റിയ കേസല്ല, വളരെ സാങ്കേതികമായിട്ട് അന്വേഷിക്കേണ്ട കേസാണ് എന്ന് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയ കേസാണ്. ഇതിൽ വളരെ അധികം ഞെട്ടിപ്പിച്ചുകൊണ്ട് ഏറ്റവും Z കാറ്റഗറിയുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനമുള്ള നമ്പർ 10 ജനപദിൽ 2 തവണ സ്വർണം കട്ടയാളും സ്വർണം ഉരുക്കിയെടുത്തയാളും സ്വർണ്ണ കള്ള മുതൽ മേടിച്ചയാളും അതുപോലെ തന്നെ ആന്റോ ആന്റണി MP-യും അടൂർ പ്രകാശ് MP-യും ഒരുമിച്ച് ഒരേ ഫ്രെയിമിൽ സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു. ആ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിച്ചു, എങ്ങനെയാണ് ശബരിമലയിലെ ഒരു അസിസ്റ്റന്റായിട്ട് വന്നിരിക്കുന്ന പോറ്റിക്ക് ഇത്രയധികം ബന്ധം നമ്പർ 10 ജനപദിൽ പോയി സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടിച്ചു കൊടുക്കുവാനും അതോടൊപ്പം തന്നെ ഈ സമ്മാനം കൊടുക്കുവാനും എങ്ങനെ കഴിഞ്ഞു എന്നതിനെ കുറിച്ചുള്ള ചോദ്യമാണ് ഉയർന്നു വന്നത്. പക്ഷേ അന്നെല്ലാം വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിരവധി മറുപടിയാണ് ശ്രീ അടൂർ പ്രകാശും ആന്റോ ആന്റണിയും കൊടുത്തത്. ആദ്യം അദ്ദേഹം പറഞ്ഞത് പോറ്റിയെ പരിചയപ്പെട്ടത് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു, ശരിയാണ്. ആന്റോ ആന്റണിയെ വിളിപ്പിച്ചിട്ടില്ല, ഒരുപക്ഷെ വിളിപ്പിക്കുമായിരിക്കും. പക്ഷെ ഇപ്പോഴും നിങ്ങളുടെ മുൻ MLA CPM നേതാക്കൾ ഇപ്പോഴും ജയിലിൽ തന്നെയല്ലേ കിടക്കുന്നത്? പാർട്ടി പുറത്താക്കിയിട്ടില്ലല്ലോ ദാ ഈ നിമിഷം വരെ. മറുചോദ്യം ഇപ്പോഴും അവിടെ അവശേഷിക്കുകയല്ലേ? 3 മാസം തുടർച്ചയായി നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. അതിന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വളരെ വ്യക്തമായി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങളും 3 മാസമായി നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ 2 നേതാക്കന്മാർ അവർ ജയിലിലാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഇതിൽ കുറ്റപത്രം വരട്ടെ, ഗൗരവമായിട്ടുള്ള എന്ത് കുറ്റകൃത്യമാണ് ഇവർ ചെയ്തത്. സ്വർണം കട്ടതിൽ ഇവരില്ല, സ്വർണം പൊളിച്ചെടുത്തതിലില്ല, സംസ്ഥാനം വിട്ട് കൊണ്ടുപോയതിൽ ഇവരില്ല, അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവന്ന സാഹചര്യത്തിൽ ഇവരില്ല. ഏതെങ്കിലും തരത്തിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇവർ നിൽക്കുമ്പോൾ ഒരു കൃത്യവിലോപം വന്നിട്ടുണ്ടോ? ഉദ്യോഗസ്ഥന്മാർ എഴുതിക്കൊണ്ടുവന്നത് വേണ്ടത്ര തരത്തിൽ പരിശോധിക്കാതെ അത് നോക്കി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ? എന്താണ് കൃത്യമായിട്ടുള്ള ചാർജ് എന്ന് വ്യക്തമാകട്ടെ. ഉചിതമായിട്ടുള്ള നടപടി സ്വീകരിക്കും എന്ന് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ട, സസ്പെൻഡ് ചെയ്തോടെ അതിന് മാനദണ്ഡമുണ്ടോ? ഞങ്ങൾ പറഞ്ഞല്ലോ, ഇതിൽ എന്ത് ചാർജാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്കറിയുമോ? എന്ത് ചാർജാണ് ഇതിൽ വാസുവിനെതിരെ അതുപോലെ പത്മകുമാറിനെതിരെ ചാർജ് ചെയ്തിരിക്കുന്നത്? ഒരാൾക്കും പറയാൻ കഴിയില്ല. കാരണം കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള സീൽഡ് റിപ്പോർട്ട് ജഡ്ജിക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. ആ ജഡ്ജി അതിൽ ഇടക്കാല ഉത്തരവ് പാസ്സാക്കുന്നു. ഡിവിഷൻ ബെഞ്ച് 11 തവണ ഇടക്കാല ഉത്തരവുകൾ പാസ്സായി. ഞങ്ങൾ പറയുന്നു, ഗവൺമെന്റ് ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ വന്ന കുറവ് അത് പരിശോധിച്ചുകൊണ്ട് കൃത്യവിലോപമാണോ, എന്ത് തെറ്റായാലും ഞങ്ങൾ സംരക്ഷിക്കില്ല. കൃത്യമായിട്ടുള്ള ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇന്നത്തെ ചോദ്യങ്ങൾ താങ്കളോടല്ല പ്രധാനമായും ചോദിക്കേണ്ടതെന്ന ബോധ്യം എനിക്കുണ്ട്. നമ്മുടെ കോൺഗ്രസ് പ്രതിനിധി ഏത് സമയം നമുക്കൊപ്പം ചർച്ചയിൽ ചേരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ താങ്കളിലേക്ക് കൂടുതൽ ചോദിക്കുന്നത്. ഇന്നത്തെ കാര്യം അറിയാഞ്ഞിട്ടല്ല കേട്ടോ, ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇപ്പം
അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. നമ്മുടെ മുന്നിൽ ചില ചിത്രങ്ങളുണ്ട്, പ്രത്യേകിച്ച് 2 ചിത്രങ്ങളുണ്ട്. സോണിയാഗാന്ധിക്കൊപ്പം ഞാൻ മനസ്സിലാക്കുന്നു സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടുക എന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. സോണിയാഗാന്ധിയെ പോയി കണ്ട ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം അടൂർ പ്രകാശും ആന്റണിയും നിൽക്കുന്ന ചിത്രങ്ങളുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അപ്പോഴും നമ്മുടെ മുന്നിൽ 2019 മുതലല്ലേ സ്വർണ്ണക്കൊള്ള നടന്നു എന്നുള്ള വസ്തുത, ഫാക്ട് നമ്മുടെ മുന്നിൽ അതല്ലേ? അപ്പോൾ നിങ്ങൾ എന്താണ് പറയുന്നത്? അടൂർ പ്രകാശ് പറഞ്ഞതനുസരിച്ച്, ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതനുസരിച്ച് എ പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ ചെമ്പുപാളി എന്നങ്ങ് എഴുതിയോ? ഇവിടെ അത് കൃത്യമായി റിപ്പോർട്ട് വരട്ടെ. നമ്മുടെ വിഷയം നമ്മുടെ മുന്നിലുണ്ടല്ലോ. എന്നാണ് നമ്പർ 10 ജനപതിൽ ഈ അടൂർ പ്രകാശും ആന്റണിയും പോറ്റിയും സ്വർണം അടത്തിയെടുത്ത ഗോവർദ്ധനും എല്ലാം പോയി ആ ഫോട്ടോ എടുത്തത് എന്നാണ്? കോൺഗ്രസ് പ്രതിനിധി വരുമ്പോൾ താങ്കളൊന്ന് ചോദിക്കേ. ഇതിൽ അടൂർ പ്രകാശ് എന്താ ഏറ്റവും അവസാനം മറുപടി പറഞ്ഞ്? 2025 ഓഗസ്റ്റ് മാസത്തിൽ ഒരു ആംബുലൻസ് കൈമാറുന്ന ഔദ്യോഗികമായിട്ടുള്ള ഒരു പൊതുചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുത്തതിന് ശേഷമാണ് ഞാൻ പോറ്റിയെ കണ്ടത് എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു, ഞാൻ ഇവിടെ ആറ്റിങ്ങലിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് 2019 ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ സമയത്ത് ഒരു വോട്ടർ എന്ന രൂപത്തിൽ കണ്ടു എന്ന് പറഞ്ഞു. BJPയുടെ കോൺഗ്രസിന്റെ തന്നെ സംസ്ഥാന വക്താവും അതുപോലെ ജനറൽ സെക്രട്ടറിയുമായ സന്ദീപ് വാര്യർ ഇതേപോലെ ചാനൽ ചർച്ചകളിൽ പറഞ്ഞു 2014 മുമ്പുള്ള ചിത്രമെടുത്ത് പ്രചരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മറ്റൊരു വക്താവ് BRM ഷഫീർ മലയാള മനോരമയുടെ ചർച്ചയിൽ പറഞ്ഞു, അന്ന് സോണിയാഗാന്ധിക്ക് അസുഖം വന്നപ്പോൾ ആ അസുഖത്തിൽ നിന്നൊരു മോചനം കിട്ടാൻ ശബരിമലയിലെ കീഴ്ശാന്തിയുടെ സഹായിയായ പോറ്റി കൊണ്ടുപോയി ഒരു ചരട് കയ്യിൽ കെട്ടിക്കൊടുത്തു എന്ന അസുഖം വന്നേ അത് 2011 അപ്പോൾ 2011 മുതൽ 2015 വരെയുള്ള വ്യത്യസ്തമായിട്ടുള്ള തീയതികളായി 2011 മുതൽ 15 വരെ എടുത്താലും 19ലേക്ക് എത്തുന്നില്ലല്ലോ. ഒരു കഥയും 19ലേക്ക് എത്തുന്നില്ല. അരുൺ, 19 സ്വർണ്ണക്കൊള്ള. അല്ല, സ്വർണ്ണക്കൊള്ള 2019 ഹൈക്കോടതി ഇപ്പൊ അന്വേഷിക്കുന്നത് എന്നു മുതലുള്ള കണക്കാണ്. എന്നായിരുന്നു നമ്മുടെ കൊടിമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺക്രീറ്റ് പാളിക്ക് ചെതലരിച്ചതെന്ന? അതിനു മുമ്പുള്ള ഓരോ സാഹചര്യങ്ങളും പോറ്റിയെ കയറ്റിയത് ആര് എന്നതാണ് ചോദ്യമാണല്ലോ താങ്കൾ ആദ്യം ചോദിച്ചത്. അത് 2004 KC വേണുഗോപാൽ ദേവസ്വം മിനിസ്റ്റർ ആയിരിക്കുമ്പോഴാണ് 2004. അപ്പൊ 1999 മുതലുള്ള വിവിധ വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ അന്വേഷണം നടത്തുമ്പോൾ നിങ്ങൾ ഈ 2019 ചുരുക്കണ്ട. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് 1999 മുതലുള്ള ഓരോ സാഹചര്യങ്ങളും അന്വേഷിക്കാനാണ്. പോറ്റിയെ കയറ്റിയതാര്, ശ്രീ ശങ്കുട്ടിദാസ്, 2 ദിവസം മുൻപ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു CBI അന്വേഷണം വേണം. CBI അന്വേഷിച്ചാൽ മാത്രമേ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ യഥാർത്ഥ വസ്തുതകൾ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ബോധ്യപ്പെടുകയുള്ളൂ എന്ന്. ഹൈക്കോടതിയുടെ മുന്നിലേക്ക് CBI അന്വേഷണം എന്ന ഹർജി വന്നു. ഹൈക്കോടതി കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്വേഷണം ശരിയായ ദിശയിലാണ്. അത് പ്രധാനപ്പെട്ട പോയിന്റ്. 2, ഈ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതിൽ ഒരു ആശങ്കയും വേണ്ട. കാരണം അത് വിചാരണ കഴിഞ്ഞ് പ്രതികൾ രക്ഷപ്പെട്ടു പോകരുത്. അതിനാണ് ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ഇപ്പോഴും ഈ നിമിഷവും CBI വരണം, CBI അന്വേഷിക്കണം, നേരറിയാൻ CBI വരണം എന്നൊരു ഡിമാൻഡ്, ഒരു ആവശ്യം കേരളത്തിലെ BJPക്കുണ്ടോ? നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആവശ്യം ആദ്യം മുതൽ തന്നെ കേരളത്തിലെ BJP ഉയർത്തുന്നുണ്ട്. അതിന് 2 കാരണങ്ങളുണ്ട്. BJPയുടെ ഈ കാര്യത്തിലെ കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ എന്ന് പറയുന്നത് ഇവിടെ നടന്നിട്ടുള്ള കൊള്ള ഒരു മൾട്ടി സ്റ്റേറ്റ് ഒഫൻസ് ആണ്. ഒരു സംസ്ഥാനത്ത് മാത്രം നടന്നിട്ടുള്ള ഒരു കുറ്റകൃത്യമല്ല. അത് കേരളത്തിൽ അതിൻ്റെ ചില ഭാഗങ്ങൾ നടന്നു, തമിഴ്നാട്ടിൽ നടന്നു, കർണാടകയിൽ നടന്നു, ആന്ധ്രാപ്രദേശിൽ നടന്നു. 4 സംസ്ഥാനങ്ങൾ ഇതിൽ ഇൻവോൾവ് ആണ്. ഇതിലെ പ്രതികളെല്ലാം പല പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. അങ്ങനെ ഒരു കേസ് ഒരു സ്റ്റേറ്റിൻ്റെ ഏജൻസിക്ക് മാത്രം അന്വേഷിക്കാൻ സാധിക്കില്ല. അതൊരു മൾട്ടി സ്റ്റേറ്റ് ഏജൻസിയോ ഒരു നാഷണൽ ഏജൻസിയോ അന്വേഷിച്ചാൽ മാത്രമേ ഫോൾ പ്രൂഫ് ആയിട്ടുള്ള അന്വേഷണം നടക്കുള്ളൂ എന്നുള്ളത് BJPയുടെ ആദ്യം മുതൽക്ക് തന്നെയുള്ള വാദമാണ്. രണ്ടാമത്തെ കാര്യം എന്താ? രണ്ടാമത്തെ കാര്യം ഇവിടെ ആരോപണ വിധേയരായിട്ടുള്ള പല ആളുകളും സർക്കാരുമായിട്ടും സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയായിട്ടും പ്രത്യക്ഷത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള N വാസു ആവട്ടെ, അതിനു മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പത്മകുമാർ ആവട്ടെ, ശങ്കർദാസ് ആവട്ടെ, ഇവരെല്ലാം CPMന്റെ ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അവർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അങ്ങനെ ഒരു സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന അന്വേഷണം ഈ പറയുന്ന സർക്കാരിന് വളരെ വേണ്ടപ്പെട്ടവരുടെ നേരെയാകുന്ന സമയത്ത് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അവിടെ ഒരു കോംപ്രമൈസ് നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് BJPയുടെ വാദമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം മുതലേ CBI അന്വേഷണം വേണം എന്നൊരു ആവശ്യം BJP മുന്നോട്ട് വെച്ചത്. ആ ആവശ്യം
ആവശ്യം സത്യമായിരുന്നു, ശരിയായിരുന്നു എന്നല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത്. നോക്കൂ, നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പോറ്റിയെ കയറ്റിയത് ആരാണ്, CPIM ആണോ കോൺഗ്രസ് ആണോ എന്നുള്ളതാണ്. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പാരഡി പാട്ട് പാടുന്നതിന്റെ ഇടയ്ക്ക് ഇറങ്ങിപ്പോയത് അല്ല 90-100 ദിവസത്തോളമായി പ്രത്യേക ഹൈക്കോടതി ഹാൻഡ് പിക്ക് ചെയ്ത ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നു. ആ ഹാൻഡ് പിക്ക് ചെയ്ത ഉദ്യോഗസ്ഥർ ഓരോ 15 ദിവസവും സീൽഡ് കവറിൽ അന്വേഷണ റിപ്പോർട്ട്, അന്വേഷണ പുരോഗതി ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കോ മാധ്യമങ്ങൾക്കോ എനിക്കോ ശംഖുവിനോ അറിയില്ല ആ റിപ്പോർട്ടിൽ എന്താണുള്ളതെന്ന്. അപ്പോൾ ഇവിടെ ഇരുന്ന് ജഡ്ജ്, എന്റെ ചോദ്യം ഹൈക്കോടതിയിൽ ദേവസ്വം ബെഞ്ചിൽ BJPക്ക് വിശ്വാസമില്ലേ എന്നുള്ളതാണ്. കാരണം ആത്യന്തികമായി ഈ കേസിൽ എന്തെങ്കിലും അട്ടിമറി നടന്നാൽ ഹൈക്കോടതി അല്ലേ അവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുക ശംഖു? നോക്കൂ, അങ്ങനെയുള്ള ഒരു തരത്തിലല്ല ഈ കാര്യത്തെ കാണേണ്ടത്. ഹൈക്കോടതിയെ വിശ്വസിക്കുകയും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കൃത്യമായിട്ട് ഒബ്ജക്റ്റീവായിട്ടാണ് ഇത്തരം കാര്യങ്ങളെ കാണേണ്ടത്. ഹൈക്കോടതിയിൽ നിന്നുണ്ടാവുന്ന പരാമർശങ്ങളും ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടാവുന്ന നടപടികളെയും വിമർശന ബുദ്ധിയോടുകൂടി കാണാനുള്ള അധികാരമുണ്ട്. ഞാനൊരു അഭിഭാഷകനാണ്, ഞാൻ ഹൈക്കോടതിയോട് യാതൊരു തരത്തിലുള്ള അനാദരവും പ്രകടിപ്പിക്കുന്നില്ല. പക്ഷെ വളരെ കൃത്യമായിട്ടുള്ള വിയോജിപ്പുകൾ ഈ കാര്യത്തിൽ ഹൈക്കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ വിധിന്യായവുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ട്. ആദ്യത്തെ കാര്യം, ഹൈക്കോടതിയുടെ SIT അപ്പോയിന്റ് ചെയ്തിട്ടുള്ള സമയത്ത് ഹൈക്കോടതി പറഞ്ഞത് 6 ആഴ്ചത്തെ സമയത്തിനുള്ളിൽ അന്വേഷണം പൂർത്തീകരിക്കണം എന്നുള്ളതായിരുന്നു. 6 വീക്സ് പീരീഡ് ആണ് കൊടുത്തിട്ടുള്ളത്. 2025 ഒക്ടോബറിലാണ് SIT പ്രഖ്യാപിക്കുന്നത്. അവരുടെ പീരീഡ് 2025 നവംബറിൽ അവസാനിക്കേണ്ടതാണ്. നവംബറിൽ അവസാനിച്ചില്ലെന്ന് മാത്രമല്ല, ഇപ്പോഴും ഫെബ്രുവരി ആയിട്ടും ഇവരുടെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടേക്കാണ് പോകുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. ഇതിനിടയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള പ്രധാന പ്രതി തന്നെ കുറ്റപത്രം സമയത്ത് സമർപ്പിക്കാത്തതിന്റെ ഭാഗമായിട്ട് പുറത്തിറങ്ങി പോകുന്നു. 90 ദിവസത്തെ പീരീഡിനുള്ളിൽ നിർബന്ധം പിടിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഹൈക്കോടതി പറയുമ്പോൾ 90 ദിവസത്തെ പീരീഡിനുള്ളിൽ കൊടുത്തിരിക്കണം എന്ന് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ഉണ്ട്. സുപ്രീം കോടതിയിൽ വളരെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻ ഉണ്ട്. അതില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യത്തിന് പ്രതികൾക്ക് അർഹത കിട്ടും എന്ന് പറയുന്നുണ്ട്. 90 ദിവസം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സമയമല്ല. അത് നമ്മുടെ നിയമത്തിൽ വെച്ചിട്ടുള്ള ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു ടൈമാണ്. അന്വേഷണം നടത്തുന്ന ഏജൻസികൾക്ക് ഇത്രയും ദിവസത്തിനുള്ളിൽ അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്താ, ഉണ്ണികൃഷ്ണൻ പോറ്റി തന്റെ നിരപരാധിത്വം തെളിയിച്ചിട്ടല്ല പുറത്തേക്ക് പോകുന്നത്. വലിയ വാദങ്ങളോ വലിയ തെളിവുകളോ ഒന്നും നിരത്തിയിട്ടല്ല പുറത്തേക്ക് പോകുന്നത്. പ്രോസിക്യൂഷന്റെ ഭാഗത്തുള്ള വീഴ്ച കൊണ്ട് സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തു പോവാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യം മാത്രമല്ല നമ്മൾ പറയുന്നത്. ഈ കേസിൽ പുറത്തിറങ്ങിയാലും ഒരു ആശങ്കയും വേണ്ട. അവരെ കാത്ത്, അവരെ പിടികൂടാൻ വേണ്ടി, അവരുടെ സ്വത്തൊക്കെ കണ്ടുകെട്ടാൻ വേണ്ടി ED അവിടെ റെഡിയായി നിൽക്കുകയാണെന്നായിരുന്നു. മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു, വൈകിട്ട് വിട്ടയച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതുവരെ നോട്ടീസ് നൽകിയിട്ടില്ല. എന്താണ് EDയുടെ കാലതാമസത്തിന് കാരണം? നോക്കൂ, നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം ചോദിക്കരുത്. ED അന്വേഷിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട മണി ലോണ്ടറിങ് ഇഷ്യൂ ആണ്. ED എന്ന് പറഞ്ഞാൽ എന്താണ്? PMLA ആക്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. ഇവിടെ മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ട ആസ്പെക്റ്റുകളാണ് ED പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗോൾഡ് തെഫ്റ്റ് കേസിന്റെ കാര്യമാണ്, ക്രിമിനൽ ഒഫൻസിന്റെ കാര്യമാണ്. ആ ഗോൾഡ് തെഫ്റ്റ് കേസിൽ 3 പ്രതികൾ ഉദ്യോഗസ്ഥന്മാരായിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള മുരാരി ബാബു, സുധീഷ് കുമാർ, S ശ്രീകുമാർ. 3 പേരും ഇപ്പോൾ പുറത്തിറങ്ങി. അതിൽ 2 പേര് കുറ്റപത്രം സമയത്ത് സമർപ്പിക്കാത്തതുകൊണ്ട് സ്വാഭാവിക ജാമ്യത്തിലാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇത്രയും വീഴ്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇവർ പുറത്തിറങ്ങിയാലും ഒരു കുഴപ്പമില്ല, ഇവർ പുറത്തിറങ്ങുന്ന അന്വേഷണത്തെ ബാധിക്കില്ലെങ്കിൽ എന്തിനായിരുന്നു ഇവരുടെ അറസ്റ്റ്? നമ്മുടെ നിയമത്തിൽ പറയുന്നത് ബെയിൽ ഈസ് ദ ജനറൽ റൂൾ, ജയിൽ ഈസ് ദ എക്സെപ്ഷൻ എന്നാ. സാധിക്കുന്ന എല്ലാ തരത്തിലും നമ്മൾ ആളുകൾക്ക് ജാമ്യം കൊടുക്കുകയും അവർക്ക് വിചാരണ സമയത്ത് ഹാജരാവാനുള്ള അവസരം സൃഷ്ടിക്കുകയാണ് വേണ്ടത്. ഒരു നിവൃത്തിയില്ലാണ്ട് വന്നാൽ 3 കാര്യങ്ങൾ കൊണ്ടാണ് ജാമ്യം നിഷേധിക്കുക. എപ്പോഴൊക്കെയാണ്? ഒന്ന്, ഇയാൾ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ തെളിവുകൾ നശിപ്പിക്കാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ ഉള്ള സാധ്യതയുണ്ടെങ്കിൽ. 2, ഇയാൾ വിചാരണയിൽ പങ്കെടുക്കാതെ കടന്നു കളയാനുള്ള സാധ്യതയുണ്ടെങ്കിൽ. അതല്ലെങ്കിൽ ഇയാൾ അത്തരത്തിലൊരു റിപ്പീറ്റഡ് ഒഫൻഡർ ആണ്, ഇത്തരത്തിലുള്ള കുറ്റകൃത്യം, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ജാമ്യം നിഷേധിക്കാറ്. ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ ഇവരുടെ അറസ്റ്റ് പ്രൊക്യൂർ ചെയ്തത്. ഇവർ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ അവർ തെളിവ് നശിപ്പിക്കും, ഇവർ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ അവർ സാക്ഷികളെ സ്വാധീനിക്കും, ഇവർ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ അവർ അപാരമായിട്ടുള്ള രാഷ്ട്രീയ സ്വാധീനം എന്ന് പറഞ്ഞിട്ടല്ലേ. ശരി ശംഖു, മനസ്സിലായി. അത് നമുക്ക് അരുണിനോട് ചോദിക്കാം അതിനെ കുറിച്ച്. ശ്രീ TK രാജ്മോഹൻ, ഇത് ഇന്നലെ കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ SIT മുന്നോട്ട് വെച്ചൊരു വാദമുണ്ട്. The investigating agency is presently verifying the bank transactions of the petitioner and suspicious financial transaction. അതായത് സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹതയുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതാണ്. നോക്കൂ, അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധി നിൽക്കുന്ന, ആന്റണി നിൽക്കുന്ന ചിത്രങ്ങൾ മാതൃഭൂമി ന്യൂസാണ് ആദ്യം പുറത്തുവിട്ടത്. അത് കഴിഞ്ഞ ഒക്ടോബറിലാണ്, മാസങ്ങൾ കഴിഞ്ഞു. ഇന്നാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. അപ്പോൾ ഇത് 3 ദിവസം മുൻപ് വന്ന ആ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ വന്ന കോടതി ഉത്തരവിലുള്ള വരികളാണ്. അപ്പോൾ സാമ്പത്തിക ഇടപാടുകളിലെ ദുരൂഹത അതുകൊണ്ടായിരിക്കുമോ ഇന്ന് അടൂർ പ്രകാശിനെ വിളിപ്പിച്ചത്? അല്ല, ശ്രീമതി ആര്യ, എനിക്ക് പറയാനുള്ളത് ഈ അന്വേഷണ ഏജൻസിയുടെ കാര്യങ്ങളൊന്നും പബ്ലിക്കല്ല.
അത് കോടതിക്ക് മാത്രം സമർപ്പിക്കുന്ന റിപ്പോർട്ടാണ്. അപ്പോൾ നമ്മൾ സ്പെക്കുലേഷൻ വെച്ച് സംസാരിക്കുന്നതിൽ കാര്യമില്ല. അതുകൊണ്ടാണ് അന്വേഷണ ഏജൻസി പറയുന്നു അന്വേഷണം ശരിയായ ദിശയിലാണ്, കോടതി പറയുന്നു ശരിയായ ദിശയിലാണെന്ന്. അപ്പം നമ്മൾ ആ കോടതിക്ക് റെസ്പെക്റ്റ് കൊടുത്തിട്ട് നമ്മൾ വി ആക്സെപ്റ്റ് ഇറ്റ്. പക്ഷേ അതേസമയം തന്നെ ഒരു ബെയിൽ കോർട്ട് പറയാണ് അതിൽ ഒരുപാട് അപാകതകളുണ്ട് അന്വേഷണത്തിൽ പറയണം. അപ്പോൾ ഒരു കോൺട്രഡിക്ഷൻ വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സാധാരണക്കാർക്ക് ഒരുപാട് സംശയം ഉണ്ടാകും. അപ്പോൾ അത്തരത്തിൽ സംശയങ്ങൾ ദൂരീകരിക്കേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്വം ഈ അന്വേഷണ ഏജൻസിക്ക് തന്നെ. അപ്പം നമ്മുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആദ്യകാലത്ത് അന്വേഷിച്ച മാതിരിയുള്ള ഒരു ജാഗ്രത ഇപ്പോഴന്വേഷണത്തിൽ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതിൻ്റെ പ്രധാന കാരണം നേരത്തെ ആരോ പറഞ്ഞ മാതിരി ഈ കേസിലത്തെ മെയിൻ അക്യൂസ്ഡ്, ഈ കേസിലത്തെ കിങ് പിൻ ഓഫ് ഈ ക്രൈമിൻ്റെ സൂത്രധാരൻ അദ്ദേഹം ഈ ജാമ്യത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ജാമ്യത്ത് പോയിരിക്കുന്നത് ഡിഫോൾട്ട് ബെയിലാണ്, അല്ലാതെ ജാമ്യം കിട്ടിയിട്ടല്ല. ഡിഫോൾട്ട് ബെയിലാണ് അദ്ദേഹം പുറത്ത് കടന്നിരിക്കുന്നത്. അതായത് സുപ്രീം കോടതി ഹൈക്കോടതിയൊക്കെ ബെയിൽ ഒബ്ജക്റ്റ് ചെയ്ത സമയത്ത് ഡിഫോൾട്ട് ബെയിലിൽ ഇതിൻ്റെ മെയിൻ അക്യൂസ്ഡിന് പുറത്ത് കടക്കാൻ പറ്റി എന്ന് പറയുന്നത് ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഏറ്റവും വലിയ വീഴ്ചയാണ്. അതിൽ SIT സമാധാനം പറഞ്ഞേ പറ്റുള്ളൂ. SITയുടെ അത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷനാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പൊതുജനങ്ങൾക്കും ബാക്കി എല്ലാവർക്കും ഈ SITക്ക് ന്യായമായ സംശയങ്ങൾ വരും. അതുപോലെ തന്നെ ഇത്ര ദിവസം ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്തിട്ടും ഈ നഷ്ടപ്പെട്ട ഗോൾഡിന്റെ ഡീറ്റെയിൽസോ നഷ്ടപ്പെട്ട റിക്കവർ ചെയ്ത ഗോൾഡ് ഡീറ്റെയിൽസോ ആർക്കും അറിയില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ആത്യന്തികമായിട്ടൊരു മോഷണ കേസാണ്. മോഷണ കേസ് തെളിയിക്കണമെങ്കിൽ തൊണ്ടി മുതൽ കണ്ടു കിട്ടേണ്ടതുണ്ട്. ആ സ്വർണത്തിന്, ആ തൊണ്ടി അയ്യന്റെ സ്വർണത്തിന് എന്ത് സംഭവിച്ചു, എവിടേക്ക് പോയി, എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കിപ്പോഴും നമ്മുടെ മുന്നിലില്ലാത്ത വിവരമാണ്. നമുക്കിപ്പം കോൺഗ്രസ് പ്രതിനിധി ജിൻഡോ P. ജോൺ കൂടി ചേരുകയാണ്. ജിൻഡോയിലേക്ക് പോകുന്നതിന് മുൻപ് പ്രേക്ഷകരുടെ ശ്രദ്ധ ഞാൻ 2025 ഡിസംബർ 15 ഒന്ന് ക്ഷണിക്കുകയാണ്. വേദി പാർലമെന്റ് ആണ്. ദൃശ്യത്തിൽ കേരളത്തിൽ നിന്നുള്ള UDF MP-മാരും. സ്വർണം കെട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ. സ്വർണം കെട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ. ലോകം കെട്ടവരാരപ്പ സഖാക്കളാണ്. ചെമ്പായി മാറ്റിയേ പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ. സ്വർണം കെട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ. ശരി, ഇത് കഴിഞ്ഞ ഡിസംബറിൽ കേരളത്തിൽ നിന്നുള്ള UDF MP-മാർ നമ്മുടെ പാർലമെന്റിന് മുന്നിൽ വെച്ച് പാടിയ പാട്ടാണ്. ജിൻഡോ, ഇനി ഈ പാട്ട് അടൂർ പ്രകാശ് പാടുമോ? ഇനിയും പാടും. ആര്യ, ഈ പാട്ട് അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള UDF MP-മാർ ഇനിയും പാടും. കാരണം ശബരിമല ശാസ്താവിൻ്റെ സ്വർണ്ണപ്പാളികൾ കടത്തിയ കേസിൽ ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന പത്മകുമാർ ആരാണ്? CPM-ന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാ, മുൻ MLA, ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റാ. ഞങ്ങൾ ഇനിയും പാടും. അതിലെന്താ സംശയമുള്ളത്? ഇവിടെ അരുൺകുമാറിന്റെ ആദ്യ ടേക്കിൽ അദ്ദേഹം പറഞ്ഞു പോറ്റിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത് സർക്കാരാണെന്ന്. അല്ല ആര്യ, പോറ്റിയെ അറസ്റ്റ് ചെയ്ത് SIT ജയിലിലിട്ടത് ഹൈക്കോടതി കയ്യോടെ പിടിച്ച് SITയെ ഹാൻഡ് പിക്ക് ചെയ്ത് ചുമതലപ്പെടുത്തി അവർ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. ഈ സർക്കാരിന്റെ കാലത്ത് 2019 ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് മൂടിവെച്ച് പോറ്റി ഉൾപ്പെടെയുള്ള സ്വർണ്ണക്കൊള്ളക്കാരെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. അതിനാണ് ഉത്തരം പറയേണ്ടത്. അല്ലാതെ പോറ്റിയെ അറസ്റ്റ് ചെയ്തതിൻ്റെ സകല ഇതും അവാർഡും മേടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ. ഇവരെവിടെയായിരുന്നു കഴിഞ്ഞ 5-6 വർഷക്കാലം? സ്വർണ്ണക്കൊള്ള നടന്നു. സ്വർണത്തിൽ അതിന്റെ കട്ടിലപ്പാടി ദ്വാരപാലകശില്പത്തിന്റെ പാളികളിലൊക്കെ കണക്ക് കുറവുണ്ട്, അളവും തൂക്കം കുറവുണ്ടെന്നൊക്കെ റിപ്പോർട്ട് കിട്ടിയിട്ട് ഇവരെന്ത് ചെയ്യുമായിരുന്നു? അല്ല, ജിൻഡോ പറഞ്ഞ വാക്കുകൾ വെച്ച് ഞാൻ വ്യാഖ്യാനിക്കുകയാണ്. ജിൻഡോയ്ക്ക് SITയിലും ഹൈക്കോടതിയിലും വിശ്വാസമുണ്ടെന്ന് അല്ലേ? ഹൈക്കോടതിയിൽ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടല്ലോ. ശരി, KC വേണുഗോപാലിന്റെ ഇന്നത്തെ പ്രതികരണം ഒന്ന് നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. വിശ്വാസമില്ല, രാജ്യത്തെ കോടതികളിൽ വിശ്വാസമില്ലെങ്കിൽ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ SIT അന്വേഷിക്കുമ്പം അവരുടെ നേതാക്കളും ജയിലിലായി, പ്രതികളായി. ആ പ്രതികളായി നേതാക്കൾ ജയിലിലായപ്പോഴാണ് അവരുടെ ശ്രമം. എന്നാൽ ഇതിനകത്ത് ആരെങ്കിലും വേറെ കൂട്ടിക്കെട്ടാൻ നോക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം. അത് രാഷ്ട്രീയം അല്ലെങ്കിൽ വേറെന്താണെന്ന് അതിനെന്താ സംശയം? അങ്ങനെ അടൂർ പ്രകാശിനെ ഇന്ന് വിളിപ്പിച്ചത് രാഷ്ട്രീയ പ്രേരിതമാണ്, കൂട്ടിക്കെട്ടാനുള്ള ഒരു ശ്രമം എന്നാണ് നിങ്ങളുടെ ഏറ്റവും മുതിർന്ന നേതാവ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറയുന്നത്. ആ ഒരു പോയിന്റ് എങ്ങനെയാണ് എടുക്കേണ്ടത് ജിൻഡോ?
തീർച്ചയായിട്ടും അത് പറയുന്നതിന് എന്താ തടസ്സമുള്ള കാര്യമാണ്. കാരണം അടൂർ പ്രകാശ് കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ മന്ത്രിയല്ല. 2019 സ്വർണ്ണപ്പാളികൾ കട്ടുകടത്തിയതിനു ശേഷം ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് മൂടിവെച്ച കാലത്തും ഇപ്പോഴും അടൂർ പ്രകാശ് കേരളത്തിലെ സർക്കാരിന്റെ ഭാഗമല്ല, പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ MP ആണ്. അപ്പോൾ അടൂർ പ്രകാശിനെ 100 ദിവസങ്ങൾക്ക് ശേഷം വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്നു അല്ലെങ്കിൽ വിവരങ്ങൾ ആരായുന്നു എന്ന് പറഞ്ഞാൽ അത് CPM-കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാ. ഈ പത്മകുമാർ ജയിലിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് അവർക്ക് പറയാനായിട്ട് എന്തെങ്കിലും ഒരു ന്യായം കൊടുക്കണ്ടേ? അതിനു വേണ്ടിയിട്ടാ കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബോർഡ് ബെഞ്ചിന്റെ വിവിധ ഘട്ടത്തിലുള്ള നിരീക്ഷണങ്ങളുണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് സമയത്ത് മെല്ലപ്പോക്ക് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നത് എന്തുകൊണ്ടാണ്, അദ്ദേഹത്തിന്റെ മകൻ IPS ഉദ്യോഗസ്ഥനായതുകൊണ്ടുള്ള സ്വാധീനമാണോ എന്നുള്ള രീതിയിൽ വിവിധ ഘട്ടങ്ങളിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ വന്നിട്ടില്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ സ്വർണ്ണപ്പാളികൾ കളവ് നടന്നു എന്ന് പറയുന്ന 2019 ദേവസ്വത്തിന്റെ അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചട്ടങ്ങൾ മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ട് ഇതെല്ലാം പുറത്തേക്ക് കൊണ്ടുപോയ കാലത്ത് ഈ കേരളം ഭരിക്കുന്നത് ആരാ? ദേവസ്വം ബോർഡ് ഭരിക്കുന്നതാരാ? ദേവസ്വം വകുപ്പ് ഭരിക്കുന്നതാരാ? ഇതെല്ലാം LDF സർക്കാരിന്റെ കാലത്താണ്. അതിനുശേഷം ഇതിലെല്ലാം മിസ്മാച്ച് ഉണ്ട്, അളവിലും തൂക്കത്തിലൊക്കെ മിസ്മാച്ച് ഉണ്ട്, ഇത്തരം പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടെത്തിയതിനു ശേഷം എനിക്ക് മനസ്സിലായി. പക്ഷേ ഇത്രയും കാലം നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ് രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്നുള്ളത്. ഈ പോറ്റിയെ കേറ്റിയെ പാട്ടിലെ പ്രശ്നം അത് ഇത്രയും കാലം സഖാക്കളാണ് എന്നുള്ളതായിരുന്നു കോൺഗ്രസ്സുകാർ പാടിയിരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട്. ഇന്നലെ മുഖ്യമന്ത്രി പോറ്റിയെ കയറ്റിയത് ആരാണ് എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൂടി ഒന്ന് കേൾക്കാം. ഇവിടെ കയറുന്നത് 2004 എല്ലാവർക്കും വ്യക്തമായല്ലോ. 2004 ദേവസ്വം മന്ത്രി ആരായിരുന്നു? ഇന്നത്തെ കോൺഗ്രസിന്റെ ഉന്നതനായ അഖിലേന്ത്യാ നേതാവ്. ആ കാലത്ത് കോൺഗ്രസ് നിയോഗിച്ച ദേവസ്വം ബോർഡ് അതിൻ്റെ പ്രസിഡന്റ് പിന്നീട് കോൺഗ്രസ് വിട്ടിട്ടുണ്ടാവും. പക്ഷെ അന്ന് കോൺഗ്രസിന്റെ ആളാണല്ലോ. അന്നല്ലേ പോറ്റി ആദ്യമായിട്ട് അവിടെ കയറുന്നത്. പോറ്റി ആദ്യമായിട്ട് സന്നിധാനത്തേക്ക് ശബരിമലയിലേക്ക് എത്തിച്ചത് കയറ്റിയത് പേര് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ജിൻഡോയ്ക്കും എനിക്കും അറിയും ആരാണ് 2004 ദേവസ്വം മന്ത്രി എന്ന്. 2004 ദേവസ്വം വകുപ്പ് മന്ത്രിയാണോ പോറ്റിയുടെ കയ്യെ പിടിച്ച് ശബരിമലയെ കൊണ്ട് കയറ്റിയത്? നിങ്ങൾ തന്നെ വിവിധ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. കണ്ഠര് രാജീവിന്റെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിലാണ് അദ്ദേഹത്തെ ഈ പോറ്റിയെ ദേവസ്വത്തിൽ കൊണ്ടുവന്ന് ശബരിമലയെ കൊണ്ടുവന്നതെന്ന് അല്ലേ? അല്ലാതെ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയാണോ കൊണ്ടുവന്നത്? അല്ലല്ലോ. പോറ്റി എപ്പോൾ കയറി എന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ പോറ്റിയുമായിട്ട് അടുത്തിടപഴകിയിട്ടുള്ള പോറ്റിയുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും അടക്കമുള്ള മുഴുവൻ ആളുകളും പ്രതി ചേർക്കപ്പെടണ്ടേ? ഒരാൾ ജനിച്ച കാലം മുഴുവനല്ല അദ്ദേഹം ഏത് കാലത്തൊക്കെ ജീവിച്ചിരുന്നു എന്നുള്ളതല്ല പ്രശ്നം. അദ്ദേഹം എപ്പോഴാണ് കളവ് നടത്തിയത്? ആ കളവ് കണ്ടതിന് ശേഷം മൂടി വെച്ചത് ഏത് കാലഘട്ടത്തിലാണ്? 2019 ശബരിമല ശാസ്താവിന്റെ സ്വർണ്ണപ്പാളികളും ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളും ഒക്കെ കടത്തിയത്. അപ്പോൾ മുതലാണ് അയാൾ കള്ളനാകുന്നത്. അയാൾ കള്ളനായതിനു ശേഷം അയാളെ സംരക്ഷിച്ചത്, വിജിലൻസ് റിപ്പോർട്ട് മൂടി വെച്ച് സംരക്ഷിച്ചത്, അതിനുശേഷം ഇയാളുടെ തന്നെ നേതൃത്വത്തിൽ വീണ്ടും സ്വർണം പൂശാൻ കൊടുത്തുവിടാൻ ശ്രമിച്ചതൊക്കെ ഈ സർക്കാരിന്റെ കാലത്താണ്. അതുകൊണ്ടാണ് പോറ്റി സ്വർണം കട്ടപ്പോൾ സഖാക്കളാണ് പോറ്റിയുടെ ഒപ്പം സ്വർണം കട്ടത് എന്നുള്ളത് ഞങ്ങൾ പറയുന്നത്. അനി 2004 ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഇത് ചെയ്തതെങ്കിൽ ഈ പത്മകുമാർ എന്തിനാ ജയിലിൽ കിടക്കുന്നത്? ശങ്കർദാസ് എന്തിനാ ജയിലിൽ കിടക്കുന്നത്? അല്ലെങ്കിൽ വാസു എന്തിനാ ജയിലിൽ കിടക്കുന്നത്? ഈ കോൺഗ്രസിന്റെ കാലത്താണ് ഇത് സംഭവിച്ചെങ്കിൽ CPM-ന്റെ നേതാക്കന്മാരെ എന്തിനാ ജയിലിൽ കിടക്കുന്നത്? എന്തിനായിരിക്കും അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ടാവുക? കാരണം അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ഇന്നോ ഇന്നലെയോ അല്ല പുറത്തേക്ക് വന്നത്. സ്വാഭാവികമായും കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ തന്നെ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തിനായിരിക്കും അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ടാവുക? അതിന്റെ കൃത്യമായിട്ട് ഉത്തരം ബഹുമാനപ്പെട്ട AICC-യുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ, നിങ്ങൾ അല്പം മുമ്പ് കാണിച്ചതുപോലെ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് സഖാക്കന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ബാലൻസിങ്ങിന്റെ ഭാഗമാണ്. അടൂർ പ്രകാശിനെ വിളിപ്പിക്കുന്നതിന് മുമ്പ് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ചല്ലോ. ആ വിളിച്ച കാര്യവും കടകംപള്ളി സുരേന്ദ്രൻ പോയി മൊഴി കൊടുത്ത കാര്യവും രണ്ടു കൂട്ടരും മൂടി വെച്ചല്ലോ. എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ കിട്ടിയത്. അപ്പൊ ഇതെല്ലാം ഒരു ബാലൻസിങ്ങിന്റെ ഭാഗമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ എന്തിനാണ് വിളിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് SIT-യും ഹൈക്കോടതിയുമാണ് പറയേണ്ടത്. ഞാൻ ഒറ്റ കാര്യം കൂടി
ഒറ്റ കാര്യം കൂടി. ഇനി ചിത്രങ്ങളുടെ പേരിലാണെങ്കിൽ രാജു എബ്രഹാമിനെ കുറിച്ചിട്ട് ചോദിക്കണം, കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് ചോദിക്കണം, പിണറായി വിജയനെ കുറിച്ച് ചോദിക്കണം. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ജ്യോതി മൽഹോത്ര എന്നൊരു യൂട്യൂബർ കേരളത്തിൽ ടൂറിസം പ്രൊമോഷന് വേണ്ടി വന്നിരുന്നു. പൊതുപരിപാടിയാണ് പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ, അതൊരു പൊതുപരിപാടിയാണ് എന്നുള്ളത് ബോധ്യപ്പെട്ട് കഴിഞ്ഞതാണ്. ഇനിയും നമ്മൾ അതിലേക്ക് പോകേണ്ടതുണ്ടോ? അവിടെ പ്രശ്നം സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രങ്ങൾ, അത് നമ്പർ 10 ജൻപത്താണ്. അവിടേക്ക് അപ്പോയിന്റ്മെന്റ് എങ്ങനെ കിട്ടി 2 തവണ പോറ്റിക്ക് പോകാൻ എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. അത് രണ്ടും രണ്ടല്ല ജിൻഡോ, ഇനിയും അതിൽ നമ്മൾ കിടന്ന് വലിക്കേണ്ടതുണ്ടോ? അതിൽ ഒരു കാര്യം എനിക്ക് ഒരു മിനിറ്റ് കൂടി തന്നെ. നമ്പർ 10 ജൻപത്ത് സോണിയാഗാന്ധിയെ കണ്ടതുമായി ബന്ധപ്പെട്ട കാര്യം സെക്യൂരിറ്റി ആണല്ലോ പറയുന്നത്. സോണിയാഗാന്ധിക്ക് ഉള്ളതിന് തുല്യമായിട്ടുള്ള സെക്യൂരിറ്റി കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഉണ്ട്. 24 കവചിത വാഹനവും 900 പോലീസും വലിയ സംവിധാനമല്ലേ? ഒരു സാധാരണക്കാരന് പിണറായി വിജയനെ കാണാൻ പറ്റും? കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഞാൻ പൂർത്തിയാകട്ടെ ഇടപെടല്ലേ പ്ലീസ്. ഞാൻ പറയട്ടെ പിണറായി വിജയൻ ഒരു ആംബുലൻസിന് താക്കോൽ ദാനം നൽകുന്നത് പോറ്റിക്ക് എന്ത് കാര്യം? പോറ്റിയായിട്ട് എന്താ ബന്ധം? അത് പറയണ്ടേ? പോറ്റിക്ക് എന്താ ബന്ധമുള്ളത്? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോറ്റിക്ക് എത്താൻ പറ്റുമെങ്കിൽ ഈ രാജ്യത്തെ ഏത് രാഷ്ട്രീയ നേതാവിന്റെ അടുത്തും പോറ്റിക്ക് എത്താൻ പറ്റും. പോറ്റിയെ പോലുള്ള ആളുകളുടെ ഒരു മോഡസ് ഓപ്പറാൻഡി നമ്മൾ മുൻകാലങ്ങളിൽ ഇത്തരം തട്ടിപ്പുകാരെ പരിശോധിച്ചറിയാം. അവർ പ്രശസ്തരും പ്രമുഖരുമായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരോടൊപ്പം, സാമൂഹ്യ പ്രവർത്തകരോട്, സിനിമാക്കാരോടൊപ്പം നിന്ന് പടമെടുക്കും വിശ്വാസം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്. അതിനപ്പുറത്ത് അന്വേഷിക്കണമെങ്കിൽ കേരളം ഭരിക്കുന്നത് പിണറായി വിജയന, കേരളം ഭരിച്ചുകൊണ്ടിരുന്ന ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന. ഇവരെക്കാൾ വലിയ സ്വാധീനം ശബരിമലയിൽ സോണിയാഗാന്ധിക്ക് ഉണ്ട് എന്ന് നിങ്ങൾ സമ്മതിച്ചാൽ, അടൂർ പ്രകാശ് ഉണ്ട് എന്ന് നിങ്ങൾ സമ്മതിച്ചാൽ, നിങ്ങൾ പറയുന്ന വാർത്തയോടൊപ്പം നിൽക്കാം. 2005 19-ാം തീയതി മെയ് മാസത്തിലെ ഒരു മാതൃഭൂമി പത്രം, അതിലെ ആദ്യത്തെ വാർത്തയുടെ 2 വരികൾ വായിക്കുകയാണ്. അത് സ്ക്രീനിലുണ്ട്, വേണമെങ്കിൽ ഞാൻ ജിൻഡോയ്ക്ക് അയച്ചു തരികയും ചെയ്യാം. ഇത് കെ കരുണാകരനെ കുറിച്ചുള്ള വാർത്തയാണ്. തനിക്കെതിരെ അഭിപ്രായം പറയുന്ന പലരും ജനിക്കുന്നതിന് മുൻപ് പാർട്ടിയിൽ താൻ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. തന്നെ കാണാൻ പോലും അനുവദിക്കാത്ത കോൺഗ്രസ് പ്രസിഡന്റിന്റെ നിലപാടിനെ പറ്റി തനിക്കുണ്ടായിരുന്ന ആശങ്കകൾ ക്രമേണ ശരിയാണെന്ന് വന്നിരിക്കുകയാണ്. ഇത് കെ കരുണാകരൻ പറഞ്ഞതാണ്. കെ കരുണാകരൻ ആരാണ്? കോൺഗ്രസിന്റെ ലീഡറാണ്, കേരളത്തിന്റെ ലീഡറായിരുന്നു. അപ്പൊ കെ കരുണാകരന് സോണിയാഗാന്ധിയെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ എങ്ങനെ അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തി? എനിക്ക് മറുപടി പറയാനായിട്ട് എനിക്ക് സമയം തരണം, പക്ഷെ അതിൽ ഇടപെടാതെ തന്നെ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിച്ചോളാം. കെ കരുണാകരൻ ഈ അഭിപ്രായം പറയുന്നത് എപ്പോഴാ? കെ കരുണാകരൻ DIC ഉണ്ടാക്കി പോകുന്ന സമയത്താണ് അല്ലേ? പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഭാഗമായിട്ട് നേതാക്കന്മാർ പറയുന്ന അഭിപ്രായം. ഇനി അതിനപ്പുറത്ത് സോണിയാഗാന്ധി കാണാൻ സമയം കൊടുത്തില്ല. അതിന്റെ അർത്ഥം എന്താ? സോണിയാഗാന്ധി കാണുന്ന ആളുകൾ മുഴുവൻ കള്ളന്മാരാണെങ്കിൽ പിണറായി വിജയന്റെ ഒപ്പം നിൽക്കുന്ന പടം ഉണ്ടല്ലോ, സോണിയാഗാന്ധി ലാവ്ലിൻ കേസിലെ പ്രതിയാകുമോ? പിണറായി വിജയൻ ലാവ്ലിൻ കേസിൽ പ്രതിയായതിനു ശേഷമല്ലേ സോണിയാഗാന്ധിയോടൊപ്പം നിൽക്കുന്ന പടങ്ങൾ ഉണ്ടാകുന്നത്? അപ്പൊ മുന്നണി മര്യാദയുടെ ഭാഗമായിട്ട് പല നേതാക്കന്മാരോടൊപ്പം നിൽക്കും, പലരും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പല കള്ളന്മാരും പല ആളുകളും ഈ പോറ്റി കള്ളനാണെന്ന് എപ്പോഴാണ് അറിഞ്ഞേ? ആരും എപ്പോഴാണ് അറിഞ്ഞേ? ഞാൻ അറിഞ്ഞത് ഈ ഒരു 5-6 മാസം മുമ്പാണ് പോറ്റി കള്ളനാണെന്ന് അറിഞ്ഞത്. 2019 പോറ്റി കള്ളനാണെന്ന് അറിഞ്ഞ ഒരേ ഒരു കൂട്ടം കേരളത്തിലെ സർക്കാരാണ്. അവരത് അറിഞ്ഞിട്ട് മൂടി വെച്ചു. അതിനുശേഷം പോറ്റി, അതിനു മുമ്പോ ശേഷമോ പോറ്റി ആരുടെയും കൂടി നിന്ന് പടമെടുക്കട്ടെ, ഏതെങ്കിലും രീതിയിൽ കേരളത്തിലെ ദേവസ്വം വകുപ്പിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്താനുള്ള സാഹചര്യം സോണിയാഗാന്ധിക്കുണ്ടോ, അല്ലെങ്കിൽ അടൂർ പ്രകാശിനുണ്ടോ, നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനുണ്ടോ? എങ്കിൽ പറയണം കേരളം ഭരിക്കുന്നത് പിണറായി വിജയൻ അല്ല കോൺഗ്രസ് ആണെന്ന് നിങ്ങൾ പറയണം. ശരി, അഡ്വക്കേറ്റ് കെ സരൺകുമാർ, ഇപ്പൊ ജിൻഡോ ചോദിച്ചൊരു കാര്യമുണ്ട്. ഇത് പണ്ട് അറിയുമായിരിക്കും, പരിചയമുണ്ടാകുമായിരിക്കും, ഈ പറയുന്നത് പോലെ സ്വന്തം മണ്ഡലത്തിൽ നിന്നുള്ള ആളാണ്. അങ്ങനത്തെ കുറെ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് ഉണ്ട് അടൂർ പ്രകാശിന്. 2019 മുതൽ ഇങ്ങോട്ടാണല്ലോ. ഞാൻ അതിനുള്ള ചോദ്യം അരുണിൽ നിന്ന് എനിക്ക് ഉത്തരം വേണ്ടതുണ്ട്, അതിലേക്ക് വരാം. ചർച്ചയിലേക്ക് തിരികെ സ്വാഗതം. അരുൺ, ജിൻഡോ ചോദിച്ച ചോദ്യങ്ങൾക്ക്, ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി. ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി എന്താ പറയുന്നത്? ഞങ്ങൾക്ക് ഹൈക്കോടതിയെ വിശ്വാസമാണ്, ഞങ്ങൾക്ക് SITയെ വിശ്വാസമാണ്. പക്ഷെ SIT നടത്തുന്ന അന്വേഷണത്തിൽ ശ്രീ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത് രാഷ്ട്രീയ പ്രേരിതമാണ്. അത് KC വേണുഗോപാൽ പറഞ്ഞത് തന്നെയാണ് എന്റെ അഭിപ്രായം എന്ന് അദ്ദേഹം പറയുകയാണ്. എങ്ങനെ ഹൈക്കോടതി മോണിറ്റർ ചെയ്യുന്ന ഒരു അന്വേഷണത്തിൽ ഏതെങ്കിലും ഒരു മൂവ്മെന്റ് SIT നടത്തുന്നുണ്ടെങ്കിൽ അത് വിത്ത് പെർമിഷൻ ഓഫ് ദി ഹൈക്കോർട്ട് ആയിരിക്കും. അതുപോലെ തന്നെ ഇതുവരെ സീൽഡ് കവറിൽ കൊടുത്ത റിപ്പോർട്ടിന്റെ ഭാഗമായി ഓരോ 15 ദിവസവും കൊടുക്കുന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പിന്നീടുള്ള 15 ദിവസം അന്വേഷണം പോകുന്നത്. അതുകൊണ്ട് കൃത്യമായ ക്ലിഞ്ചിങ് എവിഡൻസ് ഇതിൽ പലരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടുമ്പോഴാണ് ചോദ്യം ചെയ്യുന്നത്. വീണ്ടും ചോദ്യം ചെയ്യും, പിന്നെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യും, പിന്നെ പ്രതിപട്ടികയിൽ വരും. ഇതെല്ലാം നമ്മൾ കാണുകയാണ്. ഇപ്പൊ തന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വിവരങ്ങൾ ആദ്യം പുറത്തു വന്നു. പക്ഷെ അത് സാധൂകരിക്കാൻ
വിവരങ്ങൾ ആയിട്ട് രേഖാമൂലം പുറത്തു വന്നില്ല. കാരണം രേഖാമൂലം പുറത്തു വന്ന അദ്ദേഹം അതിൽ നിന്ന് സേവ് ആവാൻ പല ശ്രമങ്ങൾ നടത്തും. പല തവണ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് അദ്ദേഹം സമർപ്പിച്ചപ്പോൾ പോലും വളരെ ജാഗ്രതയോടെയാണ് SIT പ്രവർത്തിച്ചത്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തെ വളർത്തി. ഇപ്പൊ 2004 ശബരിമലയിൽ കയറിയപ്പോൾ UDF ആരാണ് ദേവസ്വം മന്ത്രി, അതിനുശേഷം അദ്ദേഹം ശബരിമലയിൽ നിന്ന് പുറത്തുപോയി. 2011 ഉമ്മൻചാണ്ടി സർക്കാർ വീണ്ടും വന്നപ്പോൾ വീണ്ടും ശബരിമലയിൽ കയറി. 2012 അവിടെ നടന്ന ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കി. അതിനുശേഷം 2013 അദ്ദേഹം വീണ്ടും തിരിച്ചു കയറി. പിന്നെ തന്ത്രിയുടെ ആളായിട്ട് വീണ്ടും തിരിച്ചു കയറുന്നു, തന്ത്രിയുടെ മെയിൻ ആളായിട്ട് മാറുന്നു. ഘട്ടം ഘട്ടമായിട്ട് അന്വേഷിക്കട്ടെ. SITയെ സംബന്ധിച്ചിടത്തോളം തെളിവുകൾ കിട്ടുമ്പോഴാണല്ലോ ചോദ്യം ചെയ്യുന്നത്, മറ്റു തെളിവുകളിലേക്ക് പോകുന്നത്. ചോദ്യം ചെയ്ത് പുറത്തു വന്നയാൾ ഇനി നടത്താൻ പോകുന്ന ബന്ധപ്പെടലുകളും ഇടപെടലുകളും എല്ലാം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ഈ കേസിന്റെ മുന്നോട്ടുള്ള പോക്ക് എന്നറിയാം. അതുകൊണ്ട് SITയുടെ വഴിക്ക് പോകട്ടെ. അതുകൊണ്ട് SITയെ ഞങ്ങൾക്ക് വിശ്വാസമാണ്, ഹൈക്കോടതി വിശ്വാസമാണ്. SIT നടത്തുന്ന അന്വേഷണത്തിന്റെ ഈ ഘട്ടം മാത്രം ഞങ്ങൾക്ക് വിശ്വാസമല്ല. ഇന്ന് ചോദ്യം ചെയ്തു, അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുകയാണെന്നും എവിടെ വെച്ചാണ് ചോദ്യം ചെയ്യുന്നതെന്നും കൃത്യമായ വിവരം മാധ്യമങ്ങൾക്ക് കിട്ടി. ചോദ്യം ചെയ്യലിന് ശേഷം അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് സംസാരിച്ചു. എത്ര നേരം ചോദ്യം ചെയ്തു, എന്തൊക്കെ ചോദിച്ചു, ചില കാര്യങ്ങൾ അദ്ദേഹം കൈവിട്ട് പറഞ്ഞു. ശരിയാണ്, UDF സർക്കാർ വരട്ടെ, ശരിയാക്കി തരാമെന്നൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞു. പക്ഷെ എന്നാലും എല്ലാവരും അറിഞ്ഞു അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തു. എവിടെ വെച്ചാണ് ചോദ്യം ചെയ്തത്? മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറിയില്ല. അദ്ദേഹം തന്നെ പറഞ്ഞു, SIT പറഞ്ഞു പുറകിൽ കൂടെ ഒരു വഴിയുണ്ട്, വേണമെങ്കിൽ അതിലൂടെ പോകാം, പക്ഷെ എനിക്ക് മുന്നോട്ടുള്ള വഴി മതി എന്ന് പറഞ്ഞത് അദ്ദേഹമാണെന്ന്. കടകംപള്ളി സുരേന്ദ്രനെ ഇതേപോലെ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു, ചോദ്യം ചെയ്തു, പക്ഷെ ആരും അറിഞ്ഞില്ല. അതെന്തുകൊണ്ടായിരിക്കും? അത് നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരുടെ കഴിവുകേടെന്ന് വേണം പറയാൻ. കാര്യം ഒരാളെയും SIT അറിയിക്കുന്നില്ലല്ലോ, ഒരു മാധ്യമങ്ങളെയും. ഇതുപോലെ ED നടത്തുന്ന സെലക്ടീവ് ലീക്കേജ് പോലെ ഈ അന്വേഷണം ആരംഭിച്ച ശേഷം ഒരു വരി പോലും ഒരു മാധ്യമങ്ങൾക്കും ഈ SIT കുറിപ്പ് കൊടുത്തിട്ടില്ല. ഹൈക്കോടതിയും ഒരു തരത്തിലും ഹൈക്കോടതിയുടെ മീഡിയ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് വെച്ചിട്ട് ഒരു കുറിപ്പും കൊടുത്തിട്ടില്ല. ഇടക്കാല ഉത്തരവായിട്ട് 11 ഉത്തരവ് പുറത്തു വന്നത് മാത്രമാണ് ആധികാരിക രേഖയായിട്ട് നമ്മുടെ മുന്നിലുള്ളത്. പക്ഷേ ഇവിടെ SIT ഉദ്യോഗസ്ഥന്മാർ പോകുമ്പോഴും നിങ്ങൾ മീഡിയ പലതരത്തിലുള്ള വിവരങ്ങൾ ചോർത്തി നിങ്ങളുടേതായ രീതിയിൽ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ ആധികാരികമായിട്ടുള്ള ഒരു രേഖയും പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അറിയാത്തത് എന്നോട് ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യ ഘട്ടത്തിൽ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ഹൈക്കോടതി വിശ്വാസമാണ്. ഞങ്ങൾ പറഞ്ഞിട്ടാണ്, ഗവൺമെന്റ് പറഞ്ഞിട്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വച്ചത്. അതിൽ അംഗങ്ങളെ തീരുമാനിച്ച ഹൈക്കോടതിയാണ്, ഓരോ മോണിറ്ററിംഗ് നടത്തുന്നത് ഹൈക്കോടതിയാണ്. അരുൺ, ആ ഫോൺ ഒന്ന് മാറ്റി വെക്കണം, അതാണ് ഈ ഓഡിയോ ഡിസ്റ്റർബൻസ് ഉള്ളത്. ഞാൻ അരുണിലേക്ക് തിരിച്ചു വരാം. ശംഖു, ഇപ്പം നമുക്ക് നമ്മുടെ മുന്നിൽ ശബരിമലയിൽ നിന്ന് വിശ്വാസികളെ ബാധിക്കുന്ന തരത്തിൽ അയ്യപ്പന്റെ, ശാസ്താവിന്റെ സ്വർണം മോഷണം പോയിട്ടുണ്ട്. അതാണ് നമ്മുടെ മുന്നിലുള്ള ഫാക്ട്. ഏത് കാലയളവ്, ആര് കയറ്റി, എന്ന് കയറ്റി എന്നുള്ളതിലൊക്കെ അപ്പുറം ആ സ്വർണത്തിന് എന്ത് സംഭവിച്ചു, ആ തൊണ്ടി മുതൽ എവിടെ, അത് തിരികെ കിട്ടേണ്ടതുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെയാണ് ഇനിയും ഇത്ര കാലമായി, 100 ദിവസമായി, പക്ഷെ ഇതുവരെ ആ ചോദ്യങ്ങൾക്ക് നമ്മുടെ മുന്നിൽ മറുപടിയില്ല. ശംഖു, തീർച്ചയായിട്ടും അതെ. അവിടെയാണല്ലോ നമ്മൾ പറയുന്നത്, ഹൈക്കോടതി വിശ്വാസം ആവർത്തിച്ച് രേഖപ്പെടുത്തുമ്പോഴും പൊതുസമൂഹത്തിന് SITയുടെ അന്വേഷണത്തിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. കാരണം ഈ പ്രശ്നത്തിന്റെ മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾക്കൊന്നും യാതൊരു തീർപ്പും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇതൊരു വളരെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ ടേൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ കേസിന്റെ അന്വേഷണത്തിന്റെ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള അതിൻ്റെ ഒരു പ്രോസസ്സ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിൽ വെച്ച് അന്വേഷണം പെട്ടെന്ന് മരവിപ്പിക്കപ്പെടുകയും പിന്നീട് ഒരു കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ ടേൺ, ഒരു രാഷ്ട്രീയമായിട്ടുള്ള തിരിവ് തിരിയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. നോക്കൂ, ഇത് 2025 സെപ്റ്റംബർ മുതൽ നടക്കുന്ന അന്വേഷണമാണ്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് 2026 ഫെബ്രുവരിയിലാണ്. ഇത്രയും ദീർഘമായി നമ്മൾ ചർച്ച ചെയ്ത മറ്റൊരു വിഷയമില്ല. ഈ വല്ലാതെ ദീർഘമാവുന്നതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ആളുകൾ അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറന്നു പോകുന്നുള്ളതാണ്. നോക്കി, ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താ, 2025 സ്പെഷ്യൽ കമ്മീഷണർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ പറയുന്നത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം കവറിങ് അത് ഹൈക്കോടതിയുടെ അനുമതി ഇല്ലാതെ കൊണ്ടുപോയി മരാമത്തിന് വേണ്ടി ചെന്നൈയിലുള്ളൊരു സ്ഥാപനത്തിലേക്ക്, സ്മാർട്ട് ക്രാഫ്റ്റ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയി. അത് കോടതിയുടെ പെർമിഷൻ എടുത്തിട്ട് അല്ലാന്നാ. അതുമായി ബന്ധപ്പെട്ട് കോടതി അന്വേഷണം നടത്തി അടിയന്തരമായിട്ട് തിരിച്ചെത്തിക്കാൻ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു തിരിച്ചെത്തിക്കാൻ സാധിക്കില്ല, ഇതിനോടൊക്കെ ഒരുക്കി കഴിഞ്ഞു എന്ന്. അതുമായി ബന്ധപ്പെട്ട് രേഖകളെല്ലാം വിളിച്ചു വരുത്തിയപ്പോൾ 2019 ഒരു സെർച്ച് മഹസർ കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ 2019 സെർച്ച് മഹസറിലാണ് പറയുന്നത് 2019 ഇതേപോലെ ഇവിടുന്ന് സ്വർണം കൊണ്ടുപോയിട്ടുണ്ട്, ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവുന്ന അളവല്ല അവിടെ എത്തിയത്, ഏതാണ്ട് 4.5 കിലോയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ 2019 മുതൽ 2025 വരെ നടന്നിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. ആ 2019 നടത്തിയിട്ടുള്ള തിരിമറിയെ മറച്ചു പിടിക്കാൻ വേണ്ടി പലതരത്തിലുള്ള കവറപ്പുകൾ നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ 11 ഇടക്കാല വിധികളിലെ 4ാമത്തെ വിധിയിൽ കോടതി പറയുന്നുണ്ട്, ഈ 2025 രണ്ടാമതും ഈ സ്വർണം
മരാമത്തിന് വേണ്ടി കൊടുത്തയക്കുന്നത് 2019 തിരിമറിയെ മൂടി വെക്കാനാണ്. ഇറ്റ് ഈസ് എ കവർ അപ്പ് ഓപ്പറേഷൻ ബൈ ദ ദെൻ ദേവസ്വം ബോർഡ് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് തുടങ്ങുന്ന അന്വേഷണം ആദ്യം ഇതിന്റെ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ, പത്മകുമാർ ആവട്ടെ, അതിനുശേഷം വാസു ആവട്ടെ, പിന്നീട് ശങ്കർദാസിനെ പോലെയുള്ള ആളുകളിലേക്ക് എത്തുന്നു. അടുത്ത ഘട്ടത്തിലേക്ക് അത് ദേവസ്വം മന്ത്രിയിലേക്ക് പോലും എത്തുമെന്ന് തോന്നിയ ഒരു ഘട്ടത്തിൽ വെച്ച് അന്വേഷണം അവിടെ അവസാനിക്കുകയാണ്. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നു, പക്ഷെ അത് അറസ്റ്റ് പോലെയുള്ള നടപടികളിലേക്ക് പോകുന്നില്ല. അതിനുശേഷം ജാമ്യം പരിഗണിക്കുന്ന മറ്റൊരു ബെഞ്ച്, ഹൈക്കോടതിയുടെ തന്നെ മറ്റൊരു ബെഞ്ച് പറയുന്നു അന്വേഷണം മരവിപ്പിക്കപ്പെട്ട അവസ്ഥയിലാണ്, അട്ടിമറിക്കപ്പെട്ടിട്ടുള്ള അവസ്ഥയിലാണ്, ഇത് ശരിയായിട്ടുള്ള രീതിയിലല്ല SIT മുന്നോട്ട് പോകുന്നത്. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് ഈ ഒരു ലോജിക്കൽ പ്രോഗ്രഷൻ മാറിയിട്ട് പെട്ടെന്ന് തന്ത്രിയിലേക്ക് അറസ്റ്റ് പോകുന്നു. തന്ത്രിയിലേക്ക് അറസ്റ്റ് പോകുമ്പോഴൊക്കെ തന്ത്രി അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള പക്ഷക്കാരനല്ല ഞാൻ. തന്ത്രിക്ക് ആ കാര്യത്തിൽ എന്തെങ്കിലും പങ്കാളിത്തം ഉണ്ടെങ്കിൽ തന്ത്രി മാതൃകാപരമായി തന്നെ ശിക്ഷിക്കപ്പെടേണ്ട ആളാണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് പ്രസിഡന്റുമാരിലൂടെ എത്തിയിട്ടുള്ളൊരു സംഗതി അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോയില്ല. പ്രശാന്ത് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല? പ്രശാന്തിനെ പറ്റി ഹൈക്കോടതിയുടെ തന്നെ ഒബ്സർവേഷൻ ഉള്ളതാണ്. ശങ്കർദാസിന്റെ അറസ്റ്റ് പരമാവധി വൈകിപ്പിക്കാൻ ശ്രമിച്ചു, പ്രശാന്തിനെതിരെ അറസ്റ്റ് ഉണ്ടായിട്ടില്ല. കടകംപള്ളി സുരേന്ദ്രന്റെ അടുത്ത് അവിടെ ചോദ്യം ചെയ്ത് വിട്ടയക്കുന്നു. അതിന്റെ പ്രോഗ്രസ് എന്താണെന്നുള്ളത് ആരും അപ്ഡേറ്റ് ചെയ്യുന്നില്ല. ആളുകളിൽ നിന്ന് ചോദ്യം വരുന്ന സമയത്ത് ഈ വിഷയത്തെ ഏറ്റവും വൈകാരികമായി ഏറ്റെടുത്തിട്ടുള്ള വിശ്വാസ സമൂഹത്തിന്റെ തന്നെ മൊറയിൽ തകർക്കുന്നത് പോലെ തന്ത്രി തന്നെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അവർക്ക് ദേവസ്വം ബോർഡിനെതിരെ പറയാനുള്ള ധാർമ്മികാധികാരം അവിടെ നഷ്ടപ്പെട്ടാണ്. കാരണം ഈ ഒരു സംവിധാനമാണ് ക്ഷേത്രത്തെ കട്ടുപിടിക്കുന്നതെന്ന് പറയുമ്പോൾ വിശ്വാസികളുടെ പ്രതിനിധികളായിട്ടുള്ള ആളുകൾക്കും അതിൽ പങ്കാളിത്തം ഉണ്ടെന്ന് പറയുമ്പോൾ അവരുടെ മൊറയിൽ നഷ്ടപ്പെടുന്നു. പിന്നീട് അത് പ്രതിപക്ഷത്തിലേക്കാണ് തിരിയുന്നത്. നോക്കൂ, അടൂർ പ്രകാശ്, ആന്റോ ആന്റണി, ഇവരിവിടെ ഉത്തരം പറയേണ്ട വളരെ നിർണായകമായിട്ടൊരു ചോദ്യമുണ്ട്. ഇത് കഴിഞ്ഞ 6 മാസമായിട്ട് കേരളത്തിൽ ഇവരുടെ ഫോട്ടോഗ്രാഫുകൾ ഉണ്ട്. ഇന്ന് വരെയും കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിക്ക് ഒരു ചർച്ചയിലും പറയാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇവർ സോണിയാഗാന്ധിയെ കണ്ടത്. എന്തിനാണ് ഇവർ സോണിയാഗാന്ധിയെ കണ്ടത്? ഇത് അടൂർ പ്രകാശിനും ആന്റോ ആന്റണിക്കും വളരെ എളുപ്പത്തിൽ പറയാവുന്നൊരു ചോദ്യമാണ്. പക്ഷെ അവരത് പറയാൻ തയ്യാറാവുന്നില്ല. ഇന്ന് പോലും അടൂർ പ്രകാശ് അത് പറയുന്നില്ല. അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതേപോലെ തന്നെ സ്വർണം വാങ്ങിയിട്ടുള്ള ഗോവർദ്ധൻ എന്ന് പറയുന്ന വ്യവസായിയും ഒന്നിച്ചിട്ടാണ് സോണിയാഗാന്ധിയെ പോയി കാണുന്നത്. അത് വളരെ പ്ലെയിൻ ആയിട്ടുള്ള കണക്ഷൻ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവിടെ ഉണ്ട്. ഇത്രയും വലിയ സുരക്ഷയൊക്കെയുള്ള സോണിയാഗാന്ധിയെ കരുണാകരനോ ഹിമന്ത് വിശ്വ ശർമ്മയ്ക്കോ വ്യക്തി 3 പേരും ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ശരി ശങ്കു, ഞാൻ തിരിച്ചു വരാം. ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ശ്രീ ടി കെ രാജ്മോഹൻ, ഈ ഇടയ്ക്ക് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് സുഭാഷ് കപൂർ മോഡൽ ആണ് എന്ന് പറഞ്ഞിരുന്നു. അത് വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്കൊക്കെ പോയിരുന്നു. പിന്നെ അതിലൊരു മുന്നോട്ട് പോക്കും കണ്ടില്ല. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സുഭാഷ് കപൂർ ആവാൻ കഴിയില്ല. അപ്പോൾ ആരാണ് ഈ സ്വർണ്ണക്കള്ളയിലെ സുഭാഷ് കപൂർ? അങ്ങനെ കടൽ കടന്നു പോയിട്ടുണ്ടോ INA മുതൽ? അതിലേക്കൊക്കെ SITയുടെ അന്വേഷണം പോയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്കത് തിരിച്ചു കിട്ടുമോ എന്ന സംശയമുണ്ട്. അപ്പോൾ ഒരു പരാമർശം നടത്തി, പക്ഷേ അത് അവിടെ അവസാനിച്ചു. അതിലൊരു മുന്നോട്ട് പോക്കില്ല എന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? അതാണ് സംശയം. എല്ലാവർക്കും സംശയമുണ്ട്. കാരണം ഇവിടെ BJP ആണെങ്കിൽ സോണിയാഗാന്ധിയിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നു, മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണെങ്കിൽ അത് കോൺഗ്രസിലേക്ക് എത്തിച്ചാൻ ആഗ്രഹിക്കുന്നു, കോൺഗ്രസ്സുകാരാണെങ്കിൽ അത് കടകംപള്ളിയിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹങ്ങൾക്കിടയിൽ യഥാർത്ഥ കേസ് അവിടെ കിടക്കുകയാണ്. യഥാർത്ഥ കേസ് എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ സ്വർണം കട്ടിരിക്കുകയാണ്. അത് കട്ടുകൊണ്ടുപോയത് അത് ആരാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? അവരാണ് കട്ടിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട 2 കേസ് രജിസ്റ്റർ ചെയ്തു. ആ 2 കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം ചെയ്തിരിക്കുന്നത്. അവരുടെ ഉത്തരവാദിത്തം ശരിയായി പാലിച്ചില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. കാരണം 2 കേസ് അന്വേഷിക്കാൻ വേണ്ടി ഒരു SIT ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ 2 കേസിലും ഫോക്കസ് ചെയ്യുക. അതിൻ്റെ അടിയിൽ ഓഫ് കോഴ്സ് ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ പല കേസുകളും വരും. അങ്ങനെ പല കേസുകളും വരുമ്പം അവർ ആ കേസുകളൊക്കെ ബഹുമാനപ്പെട്ട കോടതിയെ അറിയിച്ചാൽ നടപടിയെടുത്ത് അത് വേറെ ടീം അന്വേഷിക്കണം. കാരണം ഈ രണ്ട് കേസ് അന്വേഷിക്കാൻ വേണ്ടി SITക്ക് ഒരു മാൻഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പോറ്റിയൊന്നും ഇപ്പോൾ പുറത്ത് കിടക്കില്ലായിരുന്നു. ഈ കേസ് ചാർജ് ഷീറ്റ് ചെയ്യാൻ പറ്റിയേനെ. ഈ കേസിൽ നഷ്ടപ്പെട്ട സ്വർണം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയേനെ. ഇത്രയും ലാഗിങ്ങും ഇത്രയും ഒരു സ്ലോ പേസ് ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ആ 2 കേസിൽ ഫോക്കസ് ചെയ്യാതെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി പല തട്ടിലേക്ക് പോയ സമയത്ത് അതിൻ്റെ ഇടയിൽ പൊളിറ്റിക്കൽ പ്രഷറും പൊളിറ്റിക്കലായിട്ടുള്ള പല വാദപ്രതിവാദം നടക്കുമ്പോൾ യഥാർത്ഥ കേസിൽ നിന്ന് അന്വേഷണ ഏജൻസി വഴിമാറിപ്പോയിരിക്കുകയാണ്. അതൊരു സത്യമാണ്. നമ്മളത് മറച്ചു വച്ചിരുന്ന കാര്യമില്ല. കാരണം കേരള പോലീസ് നല്ല എഫിഷ്യൻ്റായ ഉദ്യോഗസ്ഥരാണ് SIT. പക്ഷേ എന്തോ അൺഫോർച്ചുനേറ്റ്ലി അവർ വഴിതെറ്റിയിരിക്കുകയാണ്. വഴിതെറ്റി ഇപ്പോൾ പല സ്ഥലങ്ങളിലേക്ക് കടക്കുകയാണ്. ഇപ്പോഴവരന്വേഷിക്കുന്നത് കള്ളപ്പണവും അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട പണമാണ്. അപ്പോൾ അത് അന്വേഷിക്കുമ്പോഴാണ് ഈ കള്ളപ്പണം അന്വേഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ കപൂർ സ്റ്റൈല് അല്ലെങ്കിൽ ആ തരത്തിലുള്ള ആൻറ്റീക്ക്
ആക്ടിവിറ്റി നടന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അന്വേഷണം നടത്തുകയായിരിക്കും. പക്ഷെ ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. എനിക്ക് തോന്നുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം റിപ്പോർട്ട്സ് ആണ് കൊടുക്കുന്നത്, കേസ് ഫയൽ കൊടുക്കുന്നില്ല. ഈ കേസ് ഫയൽ പഠിച്ചാൽ മാത്രമേ ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ എങ്ങോട്ട് പോകുമെന്നും ഈ ഇൻവെസ്റ്റിഗേഷൻ ലാക്കുനാസ് എന്താന്ന് മനസ്സിലാവുള്ളൂ. എനിക്ക് തോന്നുന്നത് ഈ ബെയിലിന്റെ ഒരു കോടതിയുണ്ട്, ജസ്റ്റിസ് ബദറുദ്ദീന്റെ, ആ കോടതിയിൽ കേസ് ഫയൽ എത്തിയിട്ടുണ്ട്. അവിടെ കേസ് ഫയൽ എത്തിയത് കൊണ്ടായിരിക്കാം ആ കേസ് ഫയൽ ബഹുമാനപ്പെട്ട ന്യായാധിപൻ ഫുൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇതിൽ ഒരുപാട് ലാക്കുനാസ് ഉണ്ട് അദ്ദേഹം പറയാൻ വേണ്ടി കാരണം കേസ് ഫയൽ പഠിച്ചതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം റിപ്പോർട്ട്സ് ഫയൽ ചെയ്യുന്നുണ്ട് ഈ ദേവസ്വം ബെഞ്ചിന് കേസ് കേസിന്റെ അത് എന്തൊക്കെ ലാക്കുനാസ് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ആ കേസിലുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ മേ ബി റോങ്, ഐ മേ ബി റൈറ്റ്. എനിക്ക് തോന്നുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം ഈ അന്വേഷണം എന്ന് പറയുന്നത് കേസ് അന്വേഷണം ഇൻവെസ്റ്റിഗേഷൻ പോലീസിന്റെ പ്രൊറഗേറ്റീവാണ്. ഒരു കോടതിക്ക് ഇടപെടാൻ പറ്റില്ല. അപ്പോൾ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർ റിപ്പോർട്ട് കോടതി കൊടുക്കുമ്പോൾ റിപ്പോർട്ടിനെയാണ് കോടതി ബേസ് ചെയ്യുന്നത്. അതുകൊണ്ട് കോടതിയെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. വല്ല വീഴ്ചകളും മാത്രമാണ്. സോണിയാഗാന്ധിയെ കണ്ടത് അടൂർ പ്രകാശ് മാത്രമായിരുന്നില്ല, ആന്റോ ആന്റണി MP കൂടി ഉണ്ടായിരുന്നു. ഇന്ന് ആന്റോ ആന്റണി MPക്കെതിരെ പുതിയൊരു ആരോപണം കൂടി വന്ന ദിവസമാണ്. ആ ആരോപണം എന്താണെന്ന് കേൾക്കാം. സഹായിക്കണം എന്ന് പറഞ്ഞ് ആ ക്യാമ്പയിനിങ്ങിലെ വിവിധ ഘട്ടങ്ങളിലായിട്ട് 2 കോടി രൂപ ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് അദ്ദേഹം വായ്പയായിട്ട് എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രതിസന്ധി വന്ന ഘട്ടത്തിൽ എൻ്റെ മകളടക്കം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അങ്കിളെ എങ്ങനെയെങ്കിലും ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളിപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് എന്ന് പറഞ്ഞിട്ട് പോലും ഈ വായ്പ തിരിച്ചു തരാനായിട്ട് അദ്ദേഹം തയ്യാറായില്ല. 2 പ്രാവശ്യമായിട്ട് 10 20 ലക്ഷം രൂപ മാത്രമേ അദ്ദേഹം തിരികെ തന്നിട്ടുള്ളൂ. ബാക്കി പണം ആന്റോ ഇന്ന് വരെ തിരികെ തന്നിട്ടില്ല. ജിൻഡോ, നമ്മളിപ്പോ കേട്ടത് നടുപ്പറമ്പിൽ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഉടമയുടെ പ്രതികരണമാണ്. ഈ സൊസൈറ്റിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 13ാം പ്രതിയായ തന്ത്രി 2.5 കോടി രൂപ നിക്ഷേപിച്ചു. പക്ഷേ ആ പണം നഷ്ടപ്പെട്ടപ്പോൾ ഒരു പരാതിയും കൊടുത്തില്ല എന്ന് പറയപ്പെടുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ നിന്ന് 2 കോടി രൂപ ആന്റോ ആന്റണി MP വാങ്ങി അത് പണം തിരികെ നൽകിയില്ല, പലതവണ ആവശ്യപ്പെട്ടിട്ടും എന്നുള്ളതാണ് ആരോപണം. ഈ സ്ഥാപനത്തിലാണ് കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാവിലെ 6 മണി മുതൽ മണിക്കൂറുകൾ നീണ്ട പരിശോധന നടത്തിയത്. അതിനെന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ നാട്ടിൽ പണം നഷ്ടപ്പെടുന്ന ആളുകളൊക്കെ പത്രക്കാരെ വിളിച്ചാണല്ലോ പറയുന്നത്. എന്താ ഈ നാട്ടിൽ ആഭ്യന്തര വകുപ്പിനെ വിശ്വാസമില്ലേ? തന്ത്രിക്ക് 2 കോടി രൂപ നഷ്ടപ്പെട്ടു, തന്ത്രിക്ക് പരാതിയില്ല. പത്രക്കാരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന 2 ദിവസം മുൻപ് നടന്നു. ക്ലബിലല്ലേ? 2 ദിവസം മുൻപ് നടന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അദ്ദേഹം പറയുകയായിരുന്നു. അല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവിടേക്ക് എത്താനുള്ള കാരണം തന്ത്രിയുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല ഇപ്പൊ ഇത് ആരോടാ അദ്ദേഹം പറഞ്ഞത്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവിടെ റെയ്ഡ് നടത്തിയോ എന്തോ അവരവരുടെ പണിയായിട്ട് നടക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇത് ആരോടാണ്? മാധ്യമങ്ങളോടല്ലേ പറഞ്ഞത്? മാധ്യമങ്ങളോട് പറയാതെ ഈ നെടുമ്പറമ്പിൽ മറ്റെന്താ സൊസൈറ്റിയോ അവരെന്താ ഇന്ന് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് പരാതി കൊടുക്കാത്തത്? അല്ലെങ്കിൽ നിയമപരമായിട്ട് ഇത്രയും കാലമായിട്ട് പോകാതിരുന്നത്? ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമാകുന്ന സമയത്ത് തന്ത്രിയുടെ പണം നിക്ഷേപിച്ച സൊസൈറ്റിയിൽ നിന്ന് തന്ത്രിയുടെ പണം നഷ്ടപ്പെട്ടിട്ട് തന്ത്രിക്ക് പരാതിയില്ല. ആ പണം ആന്റോ ആന്റണിക്ക് കടം കൊടുത്തു എന്നാണ് പറയുന്നത്. അത് തിരിച്ചു കിട്ടാത്തതിൽ അവർക്കും പരാതിയില്ല. ED അവിടെ കയറി റെയ്ഡ് ചെയ്തപ്പോഴാണ് ഇത് പത്രക്കാരോട് പരാതി പറയുന്നത്. കേരളത്തിലെ പത്രക്കാരാണോ ഇത്തരം കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നത്? ഇപ്പൊ ഇവിടെ പോലീസിനും കോടതിക്കും ഒന്നും ഒരു വിലയുമില്ലേ? ഇതൊക്കെ ഒരു ബാലിശമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനപ്പുറത്തെ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് മുൻപ് കൊണ്ടുവരിക, അതിന് നിയമപരമായിട്ട് മുന്നോട്ട് പോകാം. അപ്പൊ പണം കിട്ടിയില്ല എന്ന് പറഞ്ഞില്ല, പണം സഹായമായി തന്നു എന്നാണ് കരുതിയതെന്നാണ് പറഞ്ഞത് കേട്ടോ. ആര്യ, അപ്പൊ ആന്റോ ആന്റണി പണം തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞതും കൂടി ആര്യ പറയണം. കിട്ടി മേടിച്ചു എന്നല്ല, ആന്റോ ആന്റണി തിരിച്ചു കൊടുത്തു അതുകൂടി ആര്യ പറയണം. എത്ര തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. അല്ല ആര്യ, ഞാൻ ചോദിക്കുന്നത് എത്ര തിരിച്ചു കൊടുത്തു എന്ന് പറയാത്തതാണോ ആര്യയുടെ പ്രശ്നം? ആന്റോ ആന്റണി പറഞ്ഞത് അവർ വാങ്ങിയ പണം അവർ തിരിച്ചു കൊടുത്തു എന്നാണ്. അതിനപ്പുറത്ത് തർക്കമുണ്ടെങ്കിൽ, ആര്യയുടെ മുമ്പിൽ തെളിവുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് പോകാൻ പറയണം ഈ നെടുമ്പറമ്പിൽ ഫിനാൻസുകാരോട്. അല്ലെങ്കിൽ അവര് പോകണം. അല്ലാതെ തെരഞ്ഞെടുപ്പാകുമ്പോൾ അയ്യപ്പന്റെ സ്വർണം കട്ട കേസില് സ്വർണ്ണപ്പാളികൾ എവിടെയാണെന്ന് അന്വേഷിക്കാൻ നേരമില്ലാത്ത ആളുകൾ
ഈ ആന്റോ ആന്റണിക്ക് കടം കൊടുത്തതിന്റെ പുറകെ നടക്കുക. ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ അരുൺകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ആളുകളെ വിളിച്ച് ചോദ്യം ചെയ്യും, വിവരങ്ങൾ ശേഖരിക്കും, അതിനുശേഷം അറസ്റ്റ് ചെയ്യുമെന്ന്. അപ്പൊ SITയുടെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണല്ലോ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത് എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. ഞാൻ ഒരു നിയമവിദഗ്ധനല്ല, പക്ഷെ എന്റെ ഒരു സാമാന്യ ബോധത്തിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കട്ടെ. അപ്പോൾ പത്മകുമാറിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു, അറസ്റ്റ് ചെയ്തു. അപ്പൊ കുറ്റം ഉണ്ടായിട്ടല്ലേ, കുറ്റക്കാരനാണെന്ന് SITക്ക് തോന്നിയിട്ടല്ലേ? ആ വാസുവിനെ, ശങ്കർദാസിനെ, ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് SITക്ക് അക്കാര്യത്തിൽ ബോധ്യമുള്ളത് കൊണ്ടല്ലേ? അവരെ റിമാൻഡ് ചെയ്ത് ഹൈക്കോടതിക്ക് ബോധ്യമുള്ളത് കൊണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള അമ്പലക്കള്ളന്മാരെ പാർട്ടിയിൽ നിലനിർത്തിക്കൊണ്ടാണ് മറ്റ് പാർട്ടിയിൽ ഏതെങ്കിലും അമ്പലക്കള്ളന്മാരുണ്ടോ എന്ന് ഭൂതക്കണ്ണാടി വെക്കുന്നത്. അതൊരു ശരിയായ പ്രവർത്തനമല്ല. കേരളം ഭരിക്കുന്നവർ കണ്ണടച്ചത് കൊണ്ടാണ് പോറ്റി 2019 മുതൽ 2025 വരെ ഈ അമ്പലക്കൊള്ളയിൽ ആസ്വദിച്ച് മുന്നോട്ട് പോയത്. ആ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് മൂടി വെച്ചത്. പോറ്റി കള്ളനാണെന്ന് എനിക്കോ ഈ ചർച്ച കാണുന്ന മാതൃഭൂമിയുടെ പ്രേക്ഷകർക്കോ നമുക്ക് ആർക്കും അറിയില്ലായിരുന്നല്ലോ. കേരളത്തിലെ ദേവസ്വം ബോർഡിനും ദേവസ്വം വകുപ്പിനും ദേവസ്വം വിജിലൻസിനും അല്ലാതെ, സംസ്ഥാന സർക്കാരിനല്ലാതെ ആ കള്ളനാണ് എന്നുള്ള ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് മൂടി വെച്ചത് എന്തിന്? അതിനുള്ള മറുപടിയാണ് പറയേണ്ടത്. അത് സോണിയാഗാന്ധിയെയോ അടൂർ പ്രകാശിനെ സംരക്ഷിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് CPM കേരളത്തിൽ ഭരിക്കുന്നത്? ഇനി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, SIT ലീക്കേജ് കൊടുത്തിട്ടില്ല ഇതുവരെ. മുൻപ് വാർത്ത കിട്ടാതിരുന്നു, മാധ്യമങ്ങളുടെ കഴിവുകേടാണെന്ന്. അപ്പൊ ഇന്ന് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിവരങ്ങൾ ആരായും വിളിച്ചത്, അത് SIT കൊടുത്ത ലീക്കേജ് ആണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ടോ? അപ്പൊ മുൻപ് വിവരങ്ങൾ പുറത്തു വരാതിരിക്കുകയും ഇന്ന് പുറത്തു വരികയും ചെയ്യുന്നത് SIT തന്നെ, അതിലെ ഉദ്യോഗസ്ഥർ തന്നെ ലീക്കേജ് കൊടുത്താണെന്നുള്ള ഒരു പരിപ്രേക്ഷ്യല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതെല്ലാം പറയുന്നതിന് നേരെ വിപരീതമായിട്ട് വരുന്നത്. ഇനി ഏതെങ്കിലും ഒരു വിശ്വാസിയുടെ കയ്യിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കള്ളനാണെന്ന് നമുക്കൊക്കെ 2025 വരെ അറിയാത്ത പോറ്റി ചരട് കെട്ടി കൊടുക്കുന്നത് കുറ്റമാണെങ്കിൽ നമ്മൾ എന്താ അതിന് മറുപടി പറയാ? ജ്യോതി മൽഹോത്ര കേരളത്തിലെ ടൂറിസം പ്രൊമോഷന് വേണ്ടി വന്നു. അതേ ജ്യോതി മൽഹോത്രയെ ഈ രാജ്യത്തെ ദേശദ്രോഹത്തിന് കേന്ദ്ര സർക്കാർ അറസ്റ്റ് ചെയ്തു. അന്ന് ഞങ്ങള് കേരളത്തിലെ PWD മന്ത്രി, ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനോടൊപ്പം നിന്നത്. കാരണം ജ്യോതി മൽഹോത്ര രാജ്യദ്രോഹിയാണെന്ന് മുഹമ്മദ് റിയാസിന് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ടേക്ക്. രാജ്യദ്രോഹിയായിട്ടുള്ള ഒരാളെ കേരളത്തിൽ മുഹമ്മദ് റിയാസ് വിളിച്ച് പരിപാടി പങ്കെടുപ്പിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ എതിർപക്ഷത്ത് നിൽക്കുമ്പോൾ പോറ്റി കള്ളനാണെന്ന് അറിയാവുന്ന ദേവസ്വം ബോർഡിനും ദേവസ്വം വകുപ്പിനുമാണ് ആ പോറ്റിയെ മൂടി വെച്ച് സംരക്ഷിച്ചിട്ട്. ഇപ്പം അടൂർ പ്രകാശിനെതിരെ അല്ലെങ്കിൽ ആന്റോ ആന്റണി MPക്കെതിരെ നമുക്ക് നമ്മുടെ മുന്നിൽ, അല്ലെ എന്റെയും ജിൻഡോയുടെയും മുന്നിൽ പൊതുസമക്ഷം ആ 2 ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ചിത്രങ്ങൾ കുറേ കാലമായി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാലം വിളിപ്പിച്ചില്ല. അപ്പൊ ഇന്ന് എന്തുകൊണ്ട് വിളിപ്പിച്ചു? എൻ്റെ ഒരു സംശയമാണ് ഞാൻ ജിൻഡോയോട് ചോദിക്കുന്നത്. അത് കുറച്ചു മുമ്പ് ഞാൻ ജിൻഡോ വരുന്നതിന് മുൻപ് ഞാനത് രാജ്മോഹനോട് ചോദിക്കുകയും ചെയ്തു. അതായത് ഈ കഴിഞ്ഞ ദിവസം SIT ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് കോടതിക്ക് നൽകിയ അതിലൊരു പരാമർശമുണ്ട്. അതിൽ പറയുന്നത് സസ്പീഷ്യസ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട്, അതിന്റെ അന്വേഷണം ചെന്നൈയിലും കർണാടകയിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നഷ്ടപ്പെട്ടു പോയ സ്വർണം തിരിച്ചു കിട്ടില്ല, റിക്കവർ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും സസ്പീഷ്യസ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടായിരിക്കുമോ ചോദ്യം ചെയ്യൽ, സാമ്പത്തിക ഇടപാട്? കാരണം അല്ലാതെ ഈ ചിത്രങ്ങൾ വെച്ച് അതിന്റെ ഒരു എത്രത്തോളം ഒരു ചിത്രങ്ങൾ വെച്ചിട്ടൊക്കെ ഇപ്പം ഒരു MPയെ വിളിപ്പിക്കാൻ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ SIT രാഷ്ട്രീയമായിട്ട് ചട്ടുകമാക്കപ്പെടുന്നുണ്ട്. ഈ രാജു എബ്രഹാമിനെ എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാത്തത്? കടകംപള്ളിയെ ചോദ്യം ചെയ്ത് വിട്ടു. അപ്പൊ ചോദ്യം ചെയ്യുന്നതിൽ നമുക്കൊരു കുഴപ്പമില്ല. ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യട്ടെ. സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണോ? കുഴപ്പമില്ല, ചോദ്യം ചെയ്തോ. സോണിയാഗാന്ധിയാണല്ലോ കേരളത്തിലെ ദേവസ്വം വകുപ്പ് ഭരിക്കുന്നത്. അപ്പൊ ചോദ്യം ചെയ്യണമല്ലോ. ഇനി ഞാൻ ചോദിക്കട്ടെ, സസ്പീഷ്യസ് ആയിട്ടുള്ള മണി ട്രാൻസാക്ഷൻസ് നടന്നു എന്നാണ് പറയുന്നത്. അല്ല, CPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ സ്റ്റാൻഡ് എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഇപ്പൊ കേരളത്തിലെ CPMകാർ പറയുന്നതിന്റെ മാത്രമല്ലല്ലോ, സോണിയാഗാന്ധിയെ കുറിച്ചിട്ട് ആ കാര്യത്തിൽ CPMന്റെ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം. ഞാൻ പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നടന്നു എന്നുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഇത് ഡിജിറ്റൽ ഇന്ത്യയല്ലേ? K4 നടപ്പാക്കിയ കേരളമല്ലേ? ഡിജിറ്റൽ ഇന്ത്യയല്ലേ? അങ്ങനെ സസ്പീഷ്യസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടന്നു എന്ന് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ട് പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണോ അടൂർ പ്രകാശിന് എന്തെങ്കിലും ബന്ധമുണ്ട് ഈ ചോദ്യം ചെയ്യേണ്ടത്? അതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നിമിഷങ്ങൾ മാത്രം പോരെ? അല്ലെങ്കിൽ അത്രയും സാങ്കേതിക പരിജ്ഞാനവും സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു SIT ആണോ കേരളത്തിൽ അന്വേഷിക്കുന്നത്? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. ഞാൻ അവിടെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. അരുൺ, ജിൻഡോ ചോദിച്ചതുപോലെ ഇപ്പം മാധ്യമങ്ങളുടെ കഴിവുകേടാണെന്ന് അരുൺ പറഞ്ഞു. അടൂർ പ്രകാശ് വന്നത് അപ്പോൾ SIT ലീക്കേജ് ആണോ എന്നുള്ളതാണ് ജിൻഡോയുടെ മറു ചോദ്യം. അരിയ, ഈ ചർച്ചയിൽ ഏറ്റവും കുറച്ച് സമയം തന്നത് എനിക്കാണ്. അതുകൊണ്ട് അങ്ങനെ പറയരുത്. നമ്മൾ തുടക്കത്തിൽ അരുണാണ് ഏറ്റവും കൂടുതൽ. ജിൻഡോ വരുന്നത് വരെ ഞാൻ അരുണിന്റെ അടുത്താണ് ചോദിച്ചതേ. അല്ലല്ല, പിന്നെ വന്ന 2 തവണയും തെന്നി മാറി അങ്ങ് പോയി. അതാണ് സൂചിപ്പിച്ചത്. ഓഡിയോയുടെ പ്രശ്നമുള്ളതിനെ കൊണ്ടായിരുന്നു. ഹൈക്കോടതിയെ വലിയ വിശ്വാസമാണെന്ന്
ഹൈക്കോടതി 2 തവണ വലിയ വിശ്വാസമാണെന്ന് പലതവണ ആവർത്തിച്ച് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു. എന്നിട്ടെന്താ ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ അസന്നിഗ്ധമായി ഇന്ത്യയിലെ ഏറ്റവും മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് അന്വേഷിക്കുന്നത്, ഇതിലെ മുഴുവൻ പ്രതികളെയും ശിക്ഷിക്കും, ശരിയായ രീതിയിലാണ് അന്വേഷണം പോകുന്നത്, ഇത് സാങ്കേതികമായി വളരെയധികം സമയമെടുക്കുന്ന കേസാണ്, അതുകൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ കിട്ടിയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല, കൃത്യമായി ഞങ്ങൾ മോണിറ്റർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസവും നിയമസഭ സ്തംഭിപ്പിച്ചത് എന്തിനാണ്? 2 നിയമസഭാ കാലയളവ് മുഴുവൻ സ്തംഭിപ്പിച്ചവർ എന്തിനാണെന്നറിയോ? കാരണം പല സാമ്പത്തിക ട്രാൻസാക്ഷന്റെയും തെളിവുകൾ SITക്ക് കിട്ടിയിട്ടുണ്ട് എന്നും അതെങ്ങോടാ പോയതെന്നതിന്റെ രേഖയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നും പോറ്റിയെ കയറ്റിയ 2004 മുതലുള്ള പല സാഹചര്യങ്ങളും SIT കണ്ടെത്തിയെന്നും SIT അതെല്ലാം റിപ്പോർട്ടായിട്ട് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ടെന്നും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിന്റെയും സർവൈലൻസിന്റെയും ഭാഗമായി ധൈര്യമായി SITയോട് മുന്നോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഇപ്പോൾ പറയുന്നത്. എന്താ ഇന്ന് KC വേണുഗോപാൽ പറഞ്ഞ് ഇത് തോന്നുന്നത് സഖാക്കളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ന്. അപ്പൊ ഇവർ പറഞ്ഞ ഹൈക്കോടതി വിശ്വാസം എവിടെ പോയി? SIT വിശ്വാസം എവിടെ പോയി? ഒരാളെ ചോദ്യം ചെയ്യുമ്പോഴേക്കും പറയാ കൃത്യമായിട്ടുള്ള തെളിവുകൾ കിട്ടുമ്പോഴാണ് ദേവസ്വം ബെഞ്ചിന് മുന്നിൽ വെക്കുന്ന റിപ്പോർട്ടിലെ വരികൾ, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾക്കറിയില്ല. അരുൺ അറിയുമോ? എങ്ങനെയാണ് UDF ക്യാമ്പിന് അറിയുക? അതായത് കള്ളം ചെയ്തവർക്കറിയാമല്ലോ, അക്കൗണ്ടിൽ പണം വന്നിട്ടുണ്ടോ, ദിവസേന ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ, നേരത്തെ മുതൽ ബന്ധമുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാലോ പോറ്റിയെ കയറ്റിയത് ആരാണ്, പോറ്റിയായിട്ടുള്ള ബന്ധം എന്താണെന്ന്. ഒറ്റ കാര്യം ഞാൻ ചോദിക്കാം, കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ ഉണ്ടല്ലോ, ആ നമ്പർ 10 ജനപദിന്റെ സെക്യൂരിറ്റി ഓഫീസിൽ ആ സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി അപേക്ഷ കൊടുത്തവർ, റെക്കമെൻഡ് ചെയ്തവരുടെ രേഖ ഏതായാലും ആ സെക്യൂരിറ്റി ഓഫീസിലുണ്ട്. അത് കൃത്യമായി പരിശോധിച്ചാൽ അറിയാം എന്നാണ് സോണിയാഗാന്ധിയെ. ഇപ്പൊ ഒരു കോൺഗ്രസ് വക്താവ് പറഞ്ഞു 2011 അസുഖം ബാധിച്ചപ്പോഴാണ്, മറ്റൊരു കോൺഗ്രസ് വക്താവ് പറഞ്ഞു 2014 2016 ശബരിമലയിൽ നടന്ന അന്നദാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതേ പോറ്റിയും ഇതേ അടൂർ പ്രകാശും എല്ലാം ഒരുമിച്ച് നിൽക്കുന്ന പടം ഒരു പ്രധാനപ്പെട്ട ചാനൽ പുറത്തുവിട്ടു. ചില പറയുന്നു 2019 ശേഷമാണെന്ന്. സാക്ഷാൽ അടൂർ പ്രകാശ് പറയുന്നു 2025 ജൂലൈ മാസത്തിൽ ആംബുലൻസ് കൈമാറി മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിക്ക് ശേഷമാണ് ഞാൻ പോറ്റിയെ കണ്ടിട്ടുള്ളൂ, പരിചയപ്പെട്ടിട്ടുള്ളൂ എന്ന് സാക്ഷാൽ ഇതേ ഇദ്ദേഹം UDF കൺവീനർ തന്നെ മാധ്യമങ്ങളോട് പറയുന്നു. ചില ഒരു MP പറയുന്നു ഞാൻ സോണിയാഗാന്ധിയെ കണ്ട് പുറത്തിറക്കപ്പെട്ടു. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ലല്ല, ഞാൻ ഏറ്റവും കുറവ് സമയം കിട്ടിയാൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മറ്റൊരു MP പറഞ്ഞു ഞാൻ സോണിയാഗാന്ധിയെ കണ്ട് അങ്ങ് തിരിച്ചിറങ്ങി വരുമ്പോ ഒരാളെ കണ്ടു പരിചയപ്പെട്ടു. ഞാൻ ആ വാചകം വായിക്കാം. ഞാൻ ഒരിക്കൽ സോണിയാഗാന്ധിയെ കാണാൻ അവിടെ എത്തുകയും അവരെ കണ്ട് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരാൾ വന്നിരിക്കുന്നു. ഇത് ആരാണപ്പാ അറിയില്ല, കാരണം ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടില്ല. അപ്പോൾ എവിടെ നിന്നോ വന്ന ഏതോ ഒരു ക്ഷേത്രത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളെന്ന നിലയിൽ ഞാൻ കണ്ടു. അതിനുശേഷം ഡൽഹിയിൽ വെച്ച് കണ്ടു, ബാംഗ്ലൂർ വെച്ച് കണ്ടു, അതോടൊപ്പം തന്നെ നിരവധി സ്ഥലം ഞാൻ പറയാം, പുളുമത്ത് ഉള്ള വീട്ടിൽ വെച്ച് കണ്ടു, അതുപോലെ തറക്കല്ലിട്ട പരിപാടിയിൽ, ചാരിറ്റിയുടെ പരിപാടിയിൽ ഈന്തപ്പഴം കൊണ്ടുപോയി കൊടുത്തു. ഏത്? ശബരിമലയിലെ കീഴ്ശാന്തിയുടെ സഖായി ഈ MP കൊണ്ടുപോയി കൊടുത്ത പൊതി ഈന്തപ്പഴമാണ് എന്ന് നമ്മളൊക്കെ വിശ്വസിക്കണം. അതുകൊണ്ട് അന്വേഷണ ഏജൻസി സത്യസന്ധമായിട്ട് അന്വേഷിക്കട്ടെ. ഇവിടെ BJPയുടെ നേതാവും അതുപോലെ മുൻ MP രാജ്മോഹനും പറയുക കുറ്റപത്രം ഇതുവരെയുള്ള CD വായിച്ചിട്ടില്ല, കേസ് ഡയറി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വായിച്ചിട്ടില്ല, റിപ്പോർട്ട് മാത്രമേ വായിച്ചിട്ടുള്ളൂ. എന്തിനാ ഇത്ര പച്ചയായ നുണ പറയുന്നത്? താങ്കളൊരു SP അല്ലേ? 11 തവണ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പാസാക്കിയ ഇന്ത്യയിൽ ഒരു കേസിലും ഇത്രയധികം നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ആ കേസിൽ ഈ CD കണ്ടിട്ടില്ല, അങ്ങ് ഉത്തരവ് പാസാക്കിയാണ്, വൈകിപ്പോയി. ഞാൻ ചോദിക്കട്ടെ, SP ഒരു ക്രിമിനൽ കേസ് ഇത്ര ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കണമെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വകുപ്പ് CRPC-യിലുണ്ടോ? ഏതെങ്കിലും നിയമത്തിലുണ്ടോ? ഭരണഘടനയിലുണ്ടോ? സ്റ്റാറ്റ്യൂട്ടറി ബെയിലുണ്ട്. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടത് ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. സാങ്കേതികമായിട്ട് അന്വേഷിക്കണം. അതുപോലെ ഫോറൻസിക് റിപ്പോർട്ട് വേണം. ഏതെങ്കിലും തട്ടിക്കൂട്ടി ഒരു റിപ്പോർട്ട് കൊടുത്താൽ അതിന്റെ പേരിൽ തന്നെ പ്രതികൾ രക്ഷപ്പെട്ടു പോകും. അതുകൊണ്ട് വളച്ചൊടിക്കല്ലേ, വളച്ചോ, പക്ഷെ ഒടിക്കാൻ ശ്രമിക്കരുത്. മറുപടി പറയാനുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ ആര്യ, ഹൈക്കോടതിയിൽ ഞങ്ങൾക്ക് വിശ്വാസക്കുറവില്ല. പക്ഷേ ഈ SITയുടെ നിലപാടുകളിൽ SITയിലെ ഏറ്റവും നല്ല ഉദ്യോഗസ്ഥരാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഇപ്പോൾ പൊളിറ്റിക്കൽ പ്രഷറിന്റെ ഭാഗമായിട്ട് താങ്കളൊന്നും മിണ്ടാതിരിക്കാൻ അരുൺകുമാറേ, എന്ത് അലമ്പാണിത്? എല്ലാ പ്രാവശ്യവും ഇങ്ങനെ അലമ്പുണ്ടാക്കുന്നത്. ഞാൻ പറയട്ടെ, താങ്കൾ പറഞ്ഞ അക്ഷരത്തിൽ ഇടപെടാൻ സമ്മതിക്കട്ടെ. ഞാൻ ഒന്ന് പറയട്ടെ അരുൺകുമാറേ,
എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് താങ്കളോട് മറുപടി പറയാൻ. താങ്കൾ മിണ്ടാതിരുന്നാൽ അതൊന്ന് കേട്ടാൽ നന്നായിരുന്നു. താങ്കൾ പറഞ്ഞത് ഹൈക്കോടതിയിൽ വിശ്വാസമുണ്ടോ എന്ന്. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. SITയിൽ ഏറ്റവും മിടുക്കരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്, തർക്കമില്ല. പക്ഷെ ആ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പൊളിറ്റിക്കൽ പ്രഷറിന്റെ ഭാഗമായിട്ട് മിസ്ലീഡ് ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹൈക്കോടതി ഇത്രയധികം നിരീക്ഷണം നടത്തിയ മറ്റൊരു കേസും ഇല്ല ഇന്ത്യയിൽ നിന്ന്. സത്യമാണ്. ആ നിരീക്ഷണങ്ങളൊക്കെ ഏതായിരുന്നു? മെല്ലപ്പോക്ക്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് അറസ്റ്റ് ചെയ്യാൻ വൈകുന്നു, ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നു, മകൻ IPS കാരനായതുകൊണ്ടാണോ, ഭരണസ്വാധീനത്തിന്റെ ഭാഗമായിട്ടാണോ, മറ്റൊരാളുടെ ഒന്നും മിണ്ടാതിരിക്കും. മറ്റൊരാളുടെ ഹർജി സുപ്രീം കോടതി ചെന്നപ്പോ ദേവന്റെ സ്വത്ത് കട്ടെടുത്തതിന്റെ പേരിൽ ജാമ്യമില്ല എന്ന് പറഞ്ഞത് സുപ്രീം കോടതിയാണ്. ഇത്രയധികം നിരീക്ഷണം ഇനി ഇതേ ഹൈക്കോടതി ജയിലിൽ പോയി ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത് ഈ ഹൈക്കോടതി റിമാൻഡ് ചെയ്ത് ജയിലിൽ കിടക്കുന്ന പത്മകുമാറും ശങ്കർദാസും വാങ്ങി തന്നതിനല്ല, അയ്യപ്പന്റെ സ്വർണ്ണം കെട്ടതിന് കൂട്ടുന്നതിനാ. എന്നിട്ട് നിങ്ങൾ വലിയ വർത്തമാനം പറയുന്നു. താങ്കൾ ഏത് നിയമബോധത്തിൽ നിന്ന് പറഞ്ഞാലും കോട്ടിയുടെ ട്രാൻസാക്ഷൻ പരിശോധിച്ചോ? നിങ്ങൾ 2019 മുതൽ നിങ്ങൾ എന്തെടുക്കായിരുന്നു? ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് കണ്ടിട്ട് നിങ്ങൾ എന്തെടുക്കായിരുന്നു? നിങ്ങൾ അതുമ്പോൾ തല വെച്ച് കിടന്ന് ഉറങ്ങുമായിരുന്നോ? നിങ്ങൾ എന്തെടുക്കായിരുന്നു? എവിടെയായിരുന്നു? സ്വപ്ന സുരേഷയ്ക്ക് മെസ്സേജ് ഇന്ന് ഹൈക്കോടതി പിടിച്ച് അറസ്റ്റ് ചെയ്ത അകത്തിട്ട ആളുകളുടെ പേരിൽ മേനി നടിക്കുന്നു. ഉളുപ്പില്ലേ? നാണല്ലേ പറയാനായിട്ട്? നിങ്ങളുടെ പത്മകുമാർ എന്തിനാ ജയിലിൽ പോയത്? SIT ചെയ്തത് ശരിയാണെങ്കിൽ പത്മകുമാർ എന്തിനാ ജയിലിൽ പോയത്? ശങ്കർദാസ് എന്തിനാ ജയിലിൽ പോയത്? ഈ വാസു എന്തിനാ ജയിലിൽ പോയത്? അരുൺകുമാർ പറയും വാസു ജയിലിൽ പോയത് എങ്ങനെയാ? പത്മകുമാർ എങ്ങനെയാ ജയിലിൽ പോയത്? ഈ വാസു AKG സെന്ററിലെ സെക്യൂരിറ്റിക്കാരാണ്. CPM ജില്ലാ കമ്മിറ്റി അംഗമല്ലേ? സോണിയാഗാന്ധിയാണോ കേരളത്തിലെ CPM നയിക്കുന്നത്? സോണിയാഗാന്ധിയാണോ കേരളത്തിലെ ദേവസ്വം വകുപ്പ് മന്ത്രി? ഉത്തരം കേൾക്കാനായിട്ടുള്ള അരുൺ പറഞ്ഞതുപോലെ ആന്റോ ആന്റണിയുടെ അതോടൊപ്പം തന്നെ അടൂർ പ്രകാശിന്റെ, അത് മാത്രമല്ല കടകംപള്ളി സുരേന്ദ്രന്റെ അതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതും അന്വേഷിക്കട്ടെ, എല്ലാം അന്വേഷിക്കട്ടെ. പക്ഷെ ഇത്രയും കാലമായി 100 ദിവസമാകുന്നു. 100 ദിവസമായിട്ടും ഇപ്പോഴും നഷ്ടപ്പെട്ടു പോയ മുതൽ എവിടെ? ആ സ്വർണം എവിടെ? എവിടേക്കാണ് കൊണ്ടുപോയത്? അതിലേക്ക് എത്താൻ എന്തുകൊണ്ട് അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. അതിന് എത്രയും പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ കഴിയട്ടെ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. ഇന്നത്തെ സൂപ്പർ പ്രൈം ടൈം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.